أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അവർ പറയുന്നു, ജൂതനാവാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ക്രൈസ്തവരുടെ ധാരണയനുസരിച്ച് ക്രിസ്ത്യാനിയാവാതെയും. ഇതവരുടെ വ്യാമോഹങ്ങളാകുന്നു. അവരോട് പറയുക, ഈ വാദത്തിൽ സത്യസന്ധരെങ്കിൽ നിങ്ങളുടെ തെളിവുകൾ ഹാജരാക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രത്യേകതയുമില്ല. സത്യം ഇതാകുന്നു, അള്ളാഹുവോടുള്ള അനുസരണത്തിൽ സ്വയം അർപ്പിക്കുകയും കർമ്മം കൊണ്ട് നല്ലവനായിരിക്കുകയും ചെയ്യുന്നവന് റബ്ബിങ്കൽ അതിന്റെ പ്രതിഫലമുണ്ട്. അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, അവർ ഖേദിക്കാൻ സംഗതിയാകുന്നതുമല്ല. ജൂതന്മാർ പറയുന്നു, ക്രിസ്ത്യാനികളുടെ പക്കൽ ഒന്നുമില്ല. ക്രിസ്ത്യാനികൾ പറയുന്നു, ജൂതന്മാരുടെ പക്കൽ ഒന്നുമില്ല. ഇരു കൂട്ടരുമാകട്ടെ വേദമോതുന്നവരുമാകുന്നു. വേദപരിജ്ഞാനമില്ലാത്ത ജനവും ഇவ்விധം വാദിക്കുന്നുണ്ട്. അന്ത്യനാളിൽ അള്ളാഹു ഇവരുടെ തർക്കങ്ങളിലെല്ലാം തീരുമാനം കൽപ്പിക്കുന്നതാകുന്നു. ദൈവിക മന്ദിരത്തിൽ ദൈവിക നാമം സ്മരിക്കുന്നതിനെ വിലക്കുകയും അവ നശിപ്പിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്തവനേക്കാൾ അക്രമി ആര്? അങ്ങനെയുള്ളവർക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാനേ അർഹതയില്ലാത്തതാകുന്നു. അവർ അവിടെ പ്രവേശിക്കുന്നുവെങ്കിൽ ഭയത്തോടെ മാത്രം പ്രവേശിക്കട്ടെ. ഈ ലോകത്ത് നിന്ദയും പരലോകത്ത് കഠിന ശിക്ഷയുമാകുന്നു അവർക്കുള്ളത്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാമുകൾ പഠിക്കുവാനുള്ള ഈ ഒരു ഉദ്യമം തുടർന്നു കൊണ്ടുപോകുവാനുള്ള ആരോഗ്യവും ആയുസ്സും അതിനുള്ള ഈമാനും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 110 ആയത്തുകളാണ് നാം പഠിച്ചു കഴിഞ്ഞ്. 111 മുതൽ 14 വരെയുള്ള ആയത്തുകളും അതിന്റെ അർത്ഥവുമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. ഈ ഒരു ആയത്തിൽ കഴിഞ്ഞ ആയത്ത് വരെ ജൂതന്മാരുടെ ഓരോരോ സംസാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ ആയത്തിലും അവരുടെ വ്യാമോഹങ്ങൾ, അവരുടെ സംസാരങ്ങളും അതെന്താണെന്നും അതിലെ യാഥാർത്ഥ്യം എന്താണെന്നും അള്ളാഹു നമുക്ക് ഈ ആയത്തുകളിലൂടെ വിവരിച്ചു തരികയാണ്.
ഒന്നാമത്തെ ആയത്തിലേക്ക് കടക്കാം. വഖാലു, അവർ പറയുന്നു, അതായത് ഈ ജൂതന്മാരായ അവർ പറയാണ്, വഖാലു, അവർ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ തിൽക അമാനിയും ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. അതായത് അവർ പറയുന്നു, ജൂതനാവാതെ, അവർ എന്ന് പറയുന്നത് ഇവിടെ അഹ്ലു കിതാബുകാരാണ് കേട്ടോ. രണ്ടു കൂട്ടരുണ്ട്. ജൂതനാവാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ക്രിസ്ത്യാനിയാവാതെ, അതായത് ജൂതന്മാര് പറയുന്നു ജൂതനാവാതെ ആരും പ്രവേശിക്കുകയില്ല സ്വർഗത്തിലെന്നും, ക്രിസ്ത്യാനികൾ പറയുന്നു ക്രിസ്ത്യാനിയാവാതെ ആരും സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ളത്. ഇത് അള്ളാഹു പറയാണ്, തിൽക അമാനിയുഹും, ഇത് അവരുടെ വ്യാമോഹങ്ങളാകുന്നു. ഇനി അള്ളാഹ് പറയാണ്, അവരോട് പറയുക, ഈ വാദത്തിൽ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ തെളിവുകൾ ഹാജരാക്കുക എന്ന്. ഇതാണ് ഈ ഒരു ആയത്ത്. അതായത് വഖാലു, ഇനി ആയത്തിന്റെ വാക്കർത്ഥത്തിലേക്ക് കടക്കാം. വഖാലു, വ ആൻഡ് ഖാലു, അവർ പറഞ്ഞു. ഖാല യഖൂലു എന്നാണ് വാക്ക്. അതിന്റെ ഖാലു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു. അവരെന്താണ് പറഞ്ഞത്? ലൻ യദ്ഖുലൽ ജന്ന, അതായത് ലൻ യദ്ഖുല, ഇവിടെ വാക്ക് എന്താണ്? ജന്നത്ത് എല്ലാവർക്കും അറിയാം സ്വർഗമാണെന്ന്. ലെൻ എന്ന് പറഞ്ഞാൽ ഇല്ല, വിൽ നോട്ട് എന്നുള്ള അർത്ഥം. ചെയ്യുകയില്ല, യുകയില്ല എന്നുള്ള ഫ്യൂച്ചറിനെ പറയുമ്പോഴാണ് ലെൻ ഉപയോഗിക്കട്ടോ. അപ്പൊ ദഹല യദ്ഖുലു എന്ന വാക്കാണിത്. ദഹല പ്രവേശിച്ചു, ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ മഞ്ഞയായിട്ട്. ദഹല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കുന്നു, മാദി മുദാരിയായ ഫോമുകൾ. അപ്പൊ ഇവിടെ ലൻ യദ്ഖുല പ്രവേശിക്കുകയില്ല. എങ്ങനെയാണ് ക്കുകയില്ല എന്ന് വന്നത്? ലെൻ അതിന്റെ മുന്നേ വരുന്നത് കൊണ്ടാണ് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞത്. ലെൻ ഇല്ലാതെയാണെങ്കിൽ പ്രവേശിക്കുന്നു എന്ന് മാത്രം, യദ്ഖുലു. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രാമർ പറയുകയാണെങ്കിൽ ദഹല യദ്ഖുലു എന്നാണല്ലോ ശരിക്കും മദാരിയായ വാക്ക്, യദ്ഖുലു എന്നാണ്, ഹു ലു എന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ യദ്ഖുല എന്നായി? അവിടെ ഫതഹ് വന്ന എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത്, അതിന് മുന്നേ ലെൻ എന്ന വാക്ക് വരുമ്പോൾ ശേഷമുള്ള ക്രിയ എപ്പോഴും അവസാനം ഫതഹ് വരും. മനസ്സിലായല്ലോ? അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഗ്രാമറാണ്. ലെന്നിന് ശേഷം, ലെൻ എന്ന വാക്കിന് ആ ഒരു പിന്നെ നെഗറ്റീവ് ആണല്ലോ, ചെയ്യുകയില്ല എന്നുള്ള, അതിന് ശേഷം വരുന്ന ക്രിയയുടെ, ക്രിയ എന്ന് പറഞ്ഞാൽ വെർബ്, അതായത് പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ അവസാനം ഫതഹായിരിക്കും. അതുകൊണ്ടാണ് യദ്ഖുലു എന്നുള്ളത് യദ്ഖുല എന്നായത്. അപ്പൊ നിങ്ങൾ ഇനി ഖുർആനിൽ ശ്രദ്ധിച്ചു നോക്കൂ, ലെന്നിന് ശേഷം വരുന്ന ഏതൊരു ക്രിയയുടെയും അവസാനം ഫതഹായിരിക്കും. ഇനി അത് ഓതുമ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഗ്രാമറുകൾ നമുക്ക് മനസ്സിലേക്ക് പതിയും. വഖാലു, അവർ പറയുന്നു, ലൻ യദ്ഖുലൽ ജന്നത, ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആര് പ്രവേശിക്കുകയില്ല? ഇല്ല, അല്ലാതെ, ഇല്ല എന്ന് പറഞ്ഞാൽ കൂടാതെ, എക്സെപ്റ്റ് അല്ലാതെ എന്നൊക്കെ പറയുന്നു. ഇല്ല, മൻ ആരാണോ, കാന ആയിരുന്നു, ആയി, ഹൂദൻ, ഹൂദ് എന്നുള്ളത് യഹൂദികളെ പറയുന്നതാണ് കേട്ടോ. ഹൂദ് ജൂതന്മാർ, യഹൂദികള്. ഹൂദൻ എന്ന് പറയുന്നത് ജൂതർ. അപ്പൊ ഇല്ലാ മൻ കാന ഹൂദൻ, അല്ലെങ്കിൽ ആരാവണം? നസാറ. അവര് പറയുന്ന എന്താ? നസാറയോ ഹൂദ് അതായത് ജൂതന്മാരോ ആയാലല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇവിടെ ഇപ്പൊ പുതിയ വാക്ക് എന്താ ഉള്ളത്? ആകെ ദഹല എന്ന് മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ദഹല യദ്ഖുലു എന്ന് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ള വാക്കുള്ളൂ. ബാക്കിയൊക്കെ നമുക്കറിയുന്നതാണ്. ജന്നത്തറിയാം, മൻ ആര്, കാന ആയിരുന്നു, ഹൂദൻ ജൂതൻ, നസാറ നസ്രാണി. നസ്രാണി എന്ന ക്രിസ്ത്യാനികൾ പറയുന്ന പേരാണ് കേട്ടോ. ഔ എന്ന് പറയുന്ന അല്ലെങ്കിൽ. അപ്പൊ വഖാലു, അവർ പറയുന്നു, ലൻ യദ്ഖുലൽ ജന്ന, ജന്നത്തിൽ പ്രവേശിക്കുകയില്ല, ഇല്ല ഒഴികെ, മൻ കാന ഹൂദൻ, ഹൂദായവര്, ജൂതരായവരും, ഔ അല്ലെങ്കിൽ നസാറ ക്രിസ്ത്യാനിയായവരും അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് അവർ പറയുന്നു. അപ്പൊ അള്ളാഹ് പറയാണ്, തിൽക്ക അത്, അതായത് ആ വർത്തമാനമുണ്ടല്ലോ, അവരുടെ ഈ വർത്താനം, തിൽക്ക അത്, അമാനിയുഹും അവരുടെ വ്യാമോഹം മാത്രമാകുന്നു. ഇവിടെ അമാനി എന്നാണ്, വ്യാമോഹങ്ങൾ എന്നാണ് കേട്ടോ. അമാനി, അമാനി എന്ന വാക്ക് ഇവിടെ വ്യാമോഹം എന്നാ കൊടുത്തു ചേർത്തത്, പ്ലൂറലാണ്. അമാനിയുഹും അവരുടെ വ്യാമോഹങ്ങളാകുന്നു എന്ന് പറയണം. അമാനിയുഹും പുൽ. അപ്പൊ അമാനി എന്ന വാക്ക് പുതിയതാണല്ലോ, ഇനി മുന്നേ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അമാനി വ്യാമോഹങ്ങൾ, ഹും അവരുടെ. അപ്പൊ അമാനിയുഹും അവരുടെ വ്യാമോഹങ്ങളാകുന്നു അത്. ആ ഒരു വർത്തമാനം, അവരുടെ ആ സ്വർഗത്തിൽ പോവുക എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. എന്താണ് അമാനി? നമുക്ക് വിശദീകരണത്തെ പറയാം. പുൽ, അവരോട് നീ പറഞ്ഞേക്കുക, പ്രവാചകനോട് പറയാണ്, അവരോട് നീ ചോദിക്കുക, അല്ലെങ്കിൽ അവരോട് പറയുക. പുൽ, നീ പറയുക, ഹാ തൂ, നിങ്ങൾ കൊണ്ടുവരിക,
ഹാത്തു എന്നുള്ള വാക്ക് ഒരു പുതിയ വാക്കാണ്. ഹാത്തു എന്ന് പറയുന്നത് നീ കൊണ്ടുവരിക. ഹാത്തൂ എന്ന് വാവ് പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുവരിക. അതൊരു അമ്രു ഫീലാണ്, കൽപ്പന ക്രിയയാണ്. ഹാത്തു നിങ്ങൾ കൊണ്ടുവരിക. എന്ത് കൊണ്ടുവരിക? ഹാത്തു നിങ്ങൾ കൊണ്ടുവരിക. ബുർഹാനക്കും, ബുർഹാന എന്ന് പറഞ്ഞാൽ ബുർഹാൻ എന്ന് പറയുന്ന തെളിവുകളാണ്, പ്രൂഫ്. ബുർഹാനക്കും നിങ്ങളുടെ തെളിവുകൾ, തെളിവ് കൊണ്ടുവരിക. ബുർഹാൻ എന്ന് പറയുന്നത് തെളിവ്. ഹാത്തു ബുർഹാനക്കും. ഉംനി, ഉംനി എന്നതിന്റെ ബഹുവചനാണ് അമാനി എന്നുള്ളത് കേട്ടോ. ഉംനി, അമാനി. പിന്നെ അതുപോലെ തന്നെ ഈ ബുർഹാന്, ബുർഹാൻ എന്നുള്ളത് തെളിവ്. ബുർഹാന്, ബുർഹാൻ എന്ന് പറയുന്ന തെളിവ്. അപ്പൊ ബുർഹാനക്കും നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരിക. ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ സാദിഖീൻ, സാദിഖീങ്ങൾ. ഇവിടെയൊക്കെ വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. ആകെ ഒന്നോ രണ്ടോ വാക്കേ അറിയാത്തതുള്ളൂ. സാദിഖ് എന്നുള്ള സത്യവാൻ, സാദിഖീൻ എന്നുള്ളത് സത്യവാന്മാർ, പ്ലൂറലാണ്. ഇൻ ആണെങ്കിൽ, ഇൻ എന്ന എങ്കിൽ, കുൻതും നിങ്ങളാണെങ്കിൽ, നിങ്ങളായിരുന്നെങ്കിൽ. കാനയുടെ വേറൊരു ഫോമാണ് കാന, കാന, കാനു. അതിൻ്റെതാണ് കുൻതും എന്ന് വരുന്നത് കേട്ടോ. അതിൽ ഒമ്പതാമത്തെ ഫോമാണ് കാന, കാന, കാനു, കാനത്ത്, കാനത്ത, അല്ലെ, കുന്ന എന്നുള്ള ആ ഒരു ഫോമില് നമ്മളാ ടേബിൾ പഠിച്ചല്ലോ ഗ്രാമറിലെ, അതിലുള്ള ഒരു ഒമ്പതാമത്തെ ഫോമാണ് കുൻതും നിങ്ങളാണെങ്കിൽ എന്നുള്ളത്. അപ്പൊ ബുർഹാനക്കും നിങ്ങളുടെ തെളിവ്. അപ്പൊ ഇത് പറഞ്ഞു നോക്കൂ ആദ്യം മുതൽ. വഖാലു അവർ പറയുന്നു, ലൻ യദ്ഖുലൽ ജന്ന ജന്നത്തിൽ പ്രവേശിക്കുകയില്ല, ഇല്ല ആരൊഴികെ മൻ ആരാണോ കാന ഹൂദായി എന്ന് ജൂതരായി, ഔ അല്ലെങ്കിൽ നസാറയായി, അതായത് ക്രിസ്ത്യാനിയായി, നസ്രാണിയായി. അമാനിയുഹും അല്ല പറയണത് അവരുടെ വ്യാമോഹങ്ങൾ മാത്രമാകുന്നു അത്. കൊൽ നീ അവരോട് ചോദിക്കുക, എന്ത്? ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ. ഹാത്തു അതൊരു പുതിയ വാക്കാണ്. അത് അമാനിയും ഹാത്തു ഒക്കെ കുറച്ച് പുതിയതാണ്, അത് നമുക്ക് ഓർത്തു വെക്കുക. ബുർഹാൻ എന്ന് പറയുന്നത് പോലെ തെളിവ്. ബുർഹാനക്കും നിങ്ങളുടെ തെളിവുക്കും, നിങ്ങളുടെ ഇൻകുന്തു, അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരൂ എന്നാണ് പറയുന്നത്. ഇൻകുന്തും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. സാദിഖിന്റെ ജമാണ് സാദിഖീൻ. മനസ്സിലായില്ല? അതായത് ഈ ഒരു ആയത്ത് നേരത്തെ ഒരു 78-ാമത്തെ നമ്മൾ പഠിച്ച ഒരു 78-ാമത്തെ ആയത്തില് ഈ ബനൂ ഇസ്രായേലിൽ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു, ഞങ്ങളെ ഒരിക്കലും നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്നുള്ള ഒരു വാക്കും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വേറെ തരത്തിലുള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരു വാക്കാണ്, ഒരു സംസാരമാണ് ഇതും. അതായത് അവര് ജൂതന്മാരായതുകൊണ്ടാണ് അവരെ നരകം ഒരിക്കലും സ്പർശിക്കാത്തത്. അതുപോലെ തന്നെ ജൂതന്മാരാവാതെ ഒരാളും സ്വർഗത്ത് പോവില്ല എന്നുള്ളതും അതുപോലെയുള്ള മറ്റൊരു അവരുടെ ജൽപ്പനമായിരുന്നു. അതായത് പിന്നെ ഇത് ജൂതന്മാര് മാത്രമല്ല പറയുന്നത്, ക്രിസ്ത്യാനികളും ഇതേപോലെ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്ന് അവര് പറയാം. നമ്മളൊരു ക്രിസ്ത്യാനികളെ മിഷണറി വർക്ക് ചെയ്യുന്നവരോട് അവരുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും. അവർ പറയും അത് ക്രിസ്തുവിലൂടെ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതായത് ക്രൈസ്തവനാവാതെ സ്വർഗം കിട്ടുകയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഈ പ്രവാചകന്റെ കാലത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും വാദിച്ചിരുന്നതാണ് ഇങ്ങനെയാണ്. അതായത് മനുഷ്യന് രക്ഷാമാർഗം വല്ലതും ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ജൂതനാവുകയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവുകയാണ്. അപ്പൊ ഇത് രണ്ടും പിന്നെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, അന്ന് പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ ഇസ്ലാമുമായി വന്നതാണ്, ഖുർആനുമായി പ്രവാചകൻ പുതിയ മുസ്ലിം ആവുക എന്നുള്ളത്, ഇനി മുസ്ലിം ആവുക എന്നിട്ട് പ്രവാചകനിൽ വിശ്വസിച്ചിട്ടേ മുസ്ലിം ആവുള്ളൂ. പിന്നെ ജൂതനായും ക്രിസ്ത്യാനിയായും നിൽക്കുക, അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് മുസ്ലിം അല്ല. അപ്പൊ ആ ഒരു ജൽപ്പനം, ഈ ഒരു ജൽപ്പനം, നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആയാലേ സ്വർഗത്ത് പോവുകയുള്ളൂ എന്നുള്ളത് അവരുടെ പ്രവാചകന്റെ കാലത്തുള്ള ആളുകൾ തന്നെ സംസാരിച്ചിരുന്ന വാക്കായിരുന്നു. അവര് പറയുന്നത് എന്താ വെച്ചാല്, ഇത് രണ്ടും ദൈവിക മതങ്ങളാണെന്ന് പ്രവാചകൻ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ എന്നാണ്. പ്രവാചകൻ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. തൗറാത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അത് നമ്മുടെ വേദമാണ്. മുസ്ലിം ആണെങ്കിൽ തൗറാത്ത് അംഗീകരിക്കേണ്ടതുമാണ്. ഇഞ്ചീൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ഗ്രന്ഥവും ദൈവികമാണ്. മുസ്ലിമായ ഒരാൾ അതിലും വിശ്വസിച്ചേ പറ്റൂ, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളത്. എന്നിട്ട് ഇവര് പറയണം, അതും മുഹമ്മദ് നബി അതൊക്കെ സമ്മതിക്കുന്നുണ്ടല്ലോ.
എന്നിട്ട് അതൊക്കെ ഇത് രണ്ടും ഈ രണ്ട് വേദം നിലവിലുണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് വേറൊരു മതം? ആ രണ്ട് ദൈവിക ഗ്രന്ഥങ്ങളും നിലവിലിരിക്കെ വേറൊരു ഗ്രന്ഥം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് ഈ ഒരു പുതിയ മതം മുഹമ്മദ് നബി കൊണ്ടുവന്ന പുതിയ മതം ശരിക്കും നാശമാണ്. നിങ്ങൾ ശരിക്ക് സ്വർഗത്ത് പോണെങ്കിൽ ഇപ്പൊ ഉള്ള ഈ രണ്ട് വേദങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് അതിൽ നിൽക്കണമെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ശരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താന്ന് വെച്ചാല് മുസ്ലിങ്ങളും ഈ രണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഭയങ്കര കൂട്ടാണെന്നാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുക. ഇവർ രണ്ടുപേരും പറയുന്നു ക്രിസ്ത്യാനി ആയാലും സ്വർഗത്ത് പോവാൻ. പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര വൈരികളാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ മക്കത്ത് തന്നെ അല്ല, അവിടെ പ്രവാചകന്റെ കാലത്ത് തന്നെ ഈ രണ്ട് കൂട്ടരും ബദ്ധവൈരികളായിരുന്നു. പരസ്പരം പിഴച്ചവരും സത്യനിഷേധികളും നരകാവകാശികളും ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയുന്ന കൂട്ടരായിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ്. അപ്പോ അവർക്കിടയിൽ തന്നെ മതത്തെ ചൊല്ലിട്ട് ഒരുപാട് രക്തരൂക്ഷിതമായ സംഘടനകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ. എങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒരേപോലെയുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാല് മുസ്ലിങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടായിക്കൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. ആ കാര്യത്തിൽ അവർ കൂട്ടുകാരാണ്. മനസ്സിലായില്ലേ? അതാണ് അവിടെ ഈ ആയത്തിൽ നമുക്കതാ മനസ്സിലാവുന്നത്. അതായത് മുസ്ലിങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാവുകയായിരുന്നു. എന്നാൽ സത്യത്തിൽ ശരിക്കും അവർ രണ്ടു കൂട്ടരും പരസ്പരം അംഗീകരിച്ചിരുന്നില്ല. ജൂതന്മാർ തെറ്റാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയാ. ജൂതന്മാർ വിശ്വസിക്കുന്ന ജൂതന്മാർ മാത്രമേ സ്വർഗത്തിന് അവകാശികളാകൂ എന്നാണ്. എന്നാൽ ക്രൈസ്തവർ പറയുന്നത് എന്താണ്? ക്രിസ്ത്യാനികളായവർ മാത്രമേ സ്വർഗത്തിന് അവകാശികളാകൂ എന്നാണ്. അത് രണ്ടും അവരുടെ വ്യാമോഹം മാത്രമാണിതെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ യമാനിയും എന്ന് പറയുന്നത് അള്ള പറയാൻ ഇത് രണ്ടും അവരുടെ ഒരു വ്യാമോഹം മാത്രമാണ്. തങ്ങൾ പറയുന്നത് സത്യമാണ് ഇരു കൂട്ടർക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്ത് കൊണ്ടുവരണം? അവർ ഹാത്തു ബുർഹാനക്കും അവര് അതിന് തെളിവ് കൊണ്ടുവരണം എന്ന് അള്ളാഹു അവരെ വെല്ലുവിളിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അതായത് ആ വാദം സത്യമാണെങ്കിൽ അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെയോ വേദത്തിലൂടെയോ ജൂതരായവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായവർ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, അവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നുള്ള പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവണം എന്നാ പറയുന്നത്. എന്ത് പ്രമാണം? ഇവിടെ ഇത്ഹാത്തു ബുർഹാനക്കും എന്ന് പറയുന്ന തെളിവ് എന്ന് പറയുന്നത് വേദപ്രമാണാണല്ലോ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാഗ്ദാനം എവിടെയെങ്കിലും വേദത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൂഫ് നിങ്ങൾ കാണിച്ചു തരും. മനസ്സിലായില്ലേ? നിങ്ങൾ ജൂതരായവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ, ക്രിസ്ത്യാനിയായവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു പ്രൂഫ് കൊണ്ടുവരാൻ പറയാണ് അള്ളാഹു. അങ്ങനെ ശരിക്കും അവർക്ക് അങ്ങനെ ഒരു പ്രൂഫ് ഒന്നും കാണിക്കാൻ കഴിയില്ല. പിന്നെ എന്നാണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്. അതൊക്കെ അവരുടെ വ്യാമോഹങ്ങൾ. അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമാനി എന്ന വാക്ക് പ്ലൂറലാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വ്യാമോഹങ്ങൾ എന്ന് പറയാൻ കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യം മാത്രമല്ല അവരുടെ വ്യാമോഹം, വേറെ പല പല വ്യാമോഹങ്ങളും അവർക്കുള്ളതായിട്ട് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അമാനി എന്ന ബഹുവചനം ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഇതാണ്. അവരുടെ വേറെ വ്യാമോഹങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനത, ഞങ്ങളാണ്, അതായത് ഞങ്ങൾ ജൂതന്മാരാണ് സമൂഹത്തിൽ ഏറ്റവും മുകൾ തട്ടിലുള്ളവർ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും ദൈവം നമ്മെ ശിക്ഷിക്കുകയില്ല എന്ന് അതൊക്കെ ഈ വ്യാമോഹങ്ങളിൽ പെടുന്നവർ. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചെന്താണെന്ന് വെച്ചാൽ പാപപരിഹാരാർത്ഥം ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റി മരിച്ചിരിക്കുന്നു എന്ന് ക്രൈസ്തവർ പുലർത്തുന്ന ഈ വ്യാമോഹങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ അമാനീയി എന്ന് ബഹുവചനം ഉപയോഗിക്കാൻ കാരണം. മനസ്സിലായില്ലേ? സ്വർഗത്തിൽ പ്രവേശിക്കുക ഈ ഒരു വിഷയം മാത്രമല്ല, മറ്റുള്ള കുറെ വ്യാമോഹങ്ങൾ ഇവർ വെച്ചു പുലർത്തിയിരുന്നു. അതൊക്കെ തന്നെ ഈ അമാനി എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മനസ്സിലായി? അടുത്ത ആയത്തിലേക്ക് കടക്കും. അപ്പൊ വഖാലു അവർ പറയുന്നു ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, നസ്രാണിയോ ജൂതനോ ആവാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കയില്ല എന്നവർ പറയുന്നു. അപ്പൊ അള്ളാഹ് പറയുന്നു തിൽക അമാനിയും, അത് അവരുടെ വ്യാമോഹങ്ങളിൽ ഒരു വ്യാമോഹം മാത്രമാണിത്. മനസ്സിലായില്ലേ? കുൽ ഹാത്തു, അവരോട് നീ ചോദിക്കാം, ഹാത്തു ബുർഹാനക്കും, അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾ വേദപ്രമാണമായി പ്രൂഫ് കൊണ്ടുവരൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ സത്യവാന്മാരാണെങ്കിൽ അതിന് പ്രൂഫ് കാണിക്കൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് എടുക്കാം. ബല, അള്ളാഹ് അവരെ തിരുത്താണ്. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്ത് വായിക്കുമ്പോൾ തന്നെ
അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ. നിങ്ങളിപ്പോ 110 ആയത്ത് ഈ രീതിയിൽ പഠിച്ചു. അപ്പൊ കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് ആയത്ത് വായിക്കുമ്പോൾ തന്നെ അർത്ഥം ഉള്ളിലേക്ക് വരണം. ഇതുവരെ പഠിച്ചവർക്ക് വരും കുറച്ചൊക്കെ. അപ്പൊ ബലാ എന്നാൽ അങ്ങനെയല്ല. ഈ ഖുറാനിലെ പല സ്ഥലങ്ങളിലും ബൽ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ, അതായത് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിനൊന്ന് കറക്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയല്ല, ഇവര് പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു അതിന്റെ ശരിയായ വശം പറയുമ്പോഴാണ് പലപ്പോഴും ഈ ബല ബൽ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ബല എന്നാൽ അങ്ങനെ ഒന്നുമല്ല. മൻ അള്ള പറഞ്ഞു തരാണ് ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ള നമുക്ക് പറഞ്ഞു തരാണ്. മൻ അസ്ലമ, മൻ ആരാണോ, മൻ ആര്, ശരിക്കും മൻ എന്ന് പറഞ്ഞത് ആർന്നാണ് അല്ലെ. മൻ ആരാണോ അസ്ലമ സമർപ്പിച്ചു. ഈ അസ്ലമ എന്ന വാക്ക് പഠിക്കാൻ നല്ല സുഖാണ്. ഈ മഞ്ഞതിൽ ഞാൻ കൊടുത്തു നോക്കൂട്ടോ. അസ്ലമ യുസ്ലിമു മുസ്ലിം. അസ്ലമ എന്ന് പറയുന്ന സ്വന്തത്തെ ഇങ്ങനെ കീഴടക്കി, കീഴ്പ്പെട്ടു, സമർപ്പിച്ചു. നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ സ്വന്തത്തിനെ അങ്ങ് അർപ്പിക്കുന്നതിനാണ് അസ്ലമ എന്നുള്ള വാക്ക് പറയാ. അസ്ലമ എന്ന് പറഞ്ഞാൽ അർപ്പിച്ചു. യുസ്ലിമു, അസ്ലമ യുസ്ലിമു മുസ്ലിം. അപ്പൊ നമ്മളൊക്കെ മുസ്ലിം ആണ് എന്ന പേരിന് നമുക്ക് ശരിക്കും അർഹത വേണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? അസ്ലമ ചെയ്തവരായിരിക്കണം. അസ്ലമ ചെയ്തു എന്ന് പറയുന്ന സ്വന്തത്തിനെ അള്ളാഹുവിന് സമർപ്പിച്ച ഒരാൾക്ക് മാത്രമേ മുസ്ലിം എന്ന വാക്കിന് അർഹതയുള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു പേര് മാത്രമാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നത് വെറും ഒരു നാവ് കൊണ്ടുള്ള സംസാരം മാത്രം, അല്ലാതെ ജീവിതം കൊണ്ട് മുസ്ലിം ആവില്ല. അപ്പൊ അസ്ലമ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇത് പഠിച്ചു വെക്കട്ടോ. കാരണം ഇത് നമ്മളൊരു അമുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഈ ഒരു വാക്കിന്റെ അർത്ഥം വൈപുല്യം, അതായത് അതിന്റെ വിശാലത മനസ്സിലായ നമുക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അസ്ലമ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചു, യുസ്ലിമു സമർപ്പിക്കുന്നു, മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ. അസ്ലമ ചെയ്ത വ്യക്തിയാണ് മുസ്ലിം, അതായത് സ്വന്തത്തെ അള്ളാഹു സമർപ്പിച്ചവനാണ് മുസ്ലിം. അസ്ലമ യുസ്ലിമു മുസ്ലിം. അപ്പൊ ഇത്തരത്തില് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ആയത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാത്. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി. വജ്ഹഹു എന്ന് പറഞ്ഞാൽ തന്റെ മുഖം എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ എന്നുള്ള അർത്ഥത്തിനാണ് അല്ലെ. വജ്ജഹതു വജ്ഹിയ ലില്ലദി എന്നൊക്കെയുള്ള ആ പ്രാർത്ഥന അറിയില്ലേ? എന്റെ മുഖത്തെ ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുക. അപ്പൊ വജ്ഹഹു അവൻ, വജ്ഹ് എന്ന് പറഞ്ഞ മുഖം, വജ്ഹ് അള്ളാഹുവിന്റെ വജ്ഹ് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് പറയാറുണ്ട് അല്ലെ. അള്ളാഹുവിന്റെ വജ്ഹ് കിട്ടാൻ, അള്ളാഹുവിന്റെ തൃപ്തി. വജ്ഹഹു എന്ന് പറയുന്ന ഇവിടെ ആ വ്യക്തിയുടെ, ഏതൊരു വ്യക്തിയാണോ അസ്ലമ വജ്ഹഹു അവന്റെ മുഖം, വജ്ഹഹു എന്നിവിടെ പറഞ്ഞത് തന്റെ മുഖം എന്നാണ്. ശരിക്ക് ഹു എന്നുള്ള അവന്റെ എന്നുള്ള അർത്ഥം, അവിടെ തന്റെ എന്നുള്ളത് മൻ എന്നുള്ളതിനെ കണക്ട് ചെയ്തതുകൊണ്ടാണ് തന്റെ എന്ന് പറയുന്നത്. വജ്ഹഹു അവന്റെ മുഖം, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി, അല്ലെങ്കിൽ ലില്ലി എന്ന് പറയുന്ന വേണ്ടി, ലില്ലാഹി അള്ളാഹുവിന് എന്നർത്ഥം. എന്താ അവന് അങ്ങനെ സമർപ്പിച്ചാ പോരാ. ആൻഡ് ഹുവ അവനായിക്കൊണ്ട്, മുഹ്സിൻ സുഹൃതവാൻ. മുഹ്സിൻ എന്ന് പറയുന്നത് മുഹ്സിനാണ്. ഈ മുഹ്സിൻ എന്ന വാക്കും മുസ്ലിം എന്ന വാക്ക് പോലെ തന്നെ ഇവിടെ നോക്കൂ, ഈ മഞ്ഞയിൽ നോക്കൂ. അഹ്സന യുഹ്സിനു മുഹ്സിനാണ്. അഹ്സന എന്ന് പറയുന്നത് നന്മ പ്രവർത്തിച്ചു, സുകൃതി പ്രവർത്തിച്ചു, സുകൃതി ചെയ്തു. യുഹ്സിനു സുകൃതി ചെയ്യുന്നു. മുഹ്സിൻ എന്ന് പറയുന്നത് ആ സുകൃതി ചെയ്തവനെയാണ് മുഹ്സിൻ എന്നറിയാം. അതായത് അഹ്സന എന്ന ആ വെർബ് ചെയ്യുന്ന വ്യക്തിയാണ് മുഹ്സിൻ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ആ വെർബ് മാറ്റം വരുന്നത്? അപ്പോ ഈ അഹ്സന മുഹ്സിൻ ആയിക്കൊണ്ട് എന്ന് പറയുന്നത് സുകൃതികൾ ചെയ്യുന്നവനായിക്കൊണ്ട് അസ്ലമ വജ്ഹഹുലില്ല അള്ളാഹുവിലേക്ക് അവന്റെ വജ്ഹിനെ തിരിച്ചവൻ. അപ്പോൾ ലഹു അവനുണ്ട് എന്തുണ്ട്? അജ്റുഹു അവന്റെ പ്രതിഫലം, അതിനുള്ള പ്രതിഫലം. അജ്റുഹു എന്ന് പറയുന്ന അതിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തതിനുള്ള പ്രതിഫലം എന്നും പറയുന്നുണ്ട്. അതിന്റെ പ്രതിഫലം എന്നും പറയാം. അജ്റുഹു അവന്റെ പ്രതിഫലം എന്ന രണ്ട് നമ്മളെ ലമീറുകൾ ഖുർആനിൽ പല രീതിയിൽ അതിന്റെ അർത്ഥം പോകും. ഇവിടെ ഹു എന്നുള്ളത് ശരിക്കും അതിന്റെന്നുണ്ട് അവന്റെന്നുണ്ട് അല്ലെ. അജ്റുഹു അവന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം. ഇന്ദ റബ്ബിഹി അവന്റെ റബ്ബിന്റെ അടുത്ത്. എന്താന്ന് പറയുന്ന അടുത്ത്, അവന്റെ റബ്ബിന്റെ അടുത്ത് അതിന്റെ പ്രതിഫലം ഉണ്ടാകും. വലാ ഹൗഫുൻ ആൻഡ് ലാ ഇല്ല. ഹൗഫ് എന്ന് പറഞ്ഞ ഭയം. ലാ ഹൗഫ് ഒരു ഭയവുമില്ല. അലൈഹിം അവരുടെ മേൽ. ആൻഡ് ലാ ഇല്ല. ഹും അവർക്ക്. യഹ്സനൂൻ അവർ ദുഃഖിക്കുന്നവരുമല്ല. വലാഹും യഹ്സനൂൻ. ഈ വാക്കുകളിൽ ഹസിന യഹ്സനു അല്ലെ, ഒരു വെർബ് ഇവിടെ വരുന്നത്. ഹസിന ദുഃഖിച്ചു, യഹ്സനു ദുഃഖിക്കുന്നു.
ഹസിന യഹ്സനു. അതാണ് ഒരു വാക്ക്. ഇവിടെ 3 വാക്കുകളാ പറഞ്ഞ അസ്ലമ യുസ്ലിമു മുസ്ലിം, അഹ്സന യുഹ്സിനു മുഹ്സിൻ, ഹസിന യഹ്സനു. അവിടെ ബല, ഞാൻ അർത്ഥം ഒന്നുകൂടി നോക്കൂ. ബല എന്നാൽ അങ്ങനെയല്ല. മൻ ആരാണോ അസ്ലമ സമർപ്പിച്ചു, വജ്ഹഹു അവന്റെ മുഖം, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി. എങ്ങനെ സമർപ്പിച്ചു? ആൻഡ് ഹുവ അവൻ എന്തായിക്കൊണ്ട്? മുഹ്സിൻ മുഹ്സിൻ ആയിക്കൊണ്ട്, അതായത് സുകൃതി ചെയ്യുന്നവനായിക്കൊണ്ട്. അതിനാൽ അങ്ങനെ അവൻ ചെയ്താൽ എന്തുണ്ട്? ലഹു അവനുണ്ട്, അജുറുഹു അതിന്റെ പ്രതിഫലം. അജർ എന്ന് പറഞ്ഞ പ്രതിഫലം, ഹു അതിന്റെ, ഇന്ദ റബ്ബിഹി അവന്റെ റബ്ബിന്റെ അടുത്ത്, അടുത്ത്. അങ്ങനെ ആവുമ്പോൾ എന്താണ്? വലാ ഹൗഫ് അവന് ഹൗഫ് എന്ന് പറഞ്ഞ ഭയം, ഭയമില്ല. അലൈഹിം അവന്റെ മേൽ, വലാഹും യഹ്സനൂൻ അവൻ ദുഃഖിക്കേണ്ടതുമില്ല, ദുഃഖിക്കുന്നതുമല്ല. യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ അവർ ദുഃഖിക്കുന്നു. യഹ്സനൂൻ എന്നുള്ള വാക്ക് ശരിക്കും ഒറ്റയായിട്ട് അർത്ഥം പറയുന്നത് അവൻ ദുഃഖിക്കുന്നു എന്നാണ്. അവൻ ദുഃഖിക്കുന്നു. ഹും യഹ്സനു, ലാഹും എന്ന് പറയുന്നത് അവരായിരിക്കില്ല എന്നുള്ള അർത്ഥം. അപ്പൊ അവരെന്തായിരിക്കില്ല? ദുഃഖിക്കുന്നവരായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ആയത്ത് മനസ്സിലായല്ലോ. വലാമൻ അസ്ലം, അള്ള തിരുത്തി പറയാണ് ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, പ്രതിഫലമൊക്കെ കിട്ടുന്ന ആരാണ് അള്ള പറയാണ്. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫ് അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, ഇവിടെ ഈ അസ്ലമയുടെ വാക്ക് ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാല്, ഈ അസ്ലമ മുസ്ലിം, മുസ്ലിം മുസ്ലിം. അപ്പൊ നമ്മൾ ഈ വാക്ക് പറയുമ്പോ നമ്മൾ പ്രകൃതിയിലേക്ക് ചിന്തിക്കുമ്പോ പ്രകൃതി മുഴുവൻ അസ്ലമയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രകൃതിയിലെ ഓരോ വസ്തു, സൂര്യൻ, ചന്ദ്രൻ, ഈ ഭൂമി അതുപോലെ തന്നെ എല്ലാ മരങ്ങള് മുതൽ ഏതൊരു പ്രകൃതി, നദികള്, മലകള്, മഴ, എന്തോ ആയിക്കോട്ടെ, മുഴുവൻ സാധനങ്ങളും മുസ്ലിമാണ്. നമ്മളിപ്പോ ഒരു അമുസ്ലിമിനോട് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ ഒരു മേഖല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പൊ മൗദൂദി സാഹിബിന്റെ പുസ്തകമുണ്ട്, ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇത് വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. വളരെ ലോജിക്കാണ് ഈ കാര്യം. ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ഒരുപാട് ആൾ ഇസ്ലാമിലേക്ക് വന്ന ടുവാർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം എന്ന് ഇംഗ്ലീഷിലുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം മതം. ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രകൃതിയുമായി കണക്ട് ചെയ്തിട്ടാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. അതായത് ഏതൊരു ചിന്തിക്കുന്ന വ്യക്തിക്കും അത് ശരിയായി സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു വിശദീകരണം. അതായത് പ്രകൃതിയിലെ ഓരോ സാധനവും മുസ്ലിം ആണെന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ഇപ്പൊ സൂര്യനെ എടുക്കാം. സൂര്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിന് അസ്ലമയായിട്ടുള്ള ഒരു വസ്തുവാണ്, സമർപ്പിച്ച ഒരു വസ്തുവാണ്. എന്താണ് അള്ളാഹുവിന് സമർപ്പിച്ച ഒരു വസ്തുവിന്റെ പ്രത്യേകത? അള്ളാഹു പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി 100% അനുസരിക്കുന്ന വ്യക്തിയാണ് അള്ളാഹുവിന് സമർപ്പിച്ചവൻ നമ്മളെ പേരിന് അതിന് അർഹനാവുകയുള്ളു. അപ്പൊ ആ സൂര്യനെ നമ്മൾ എടുക്കുമ്പോ ആ സൂര്യൻ അള്ളാഹു ഒരു നിയമനിർദ്ദേശം വെച്ചിട്ടുണ്ട്. എന്താണ്? ഇന്ന സമയത്ത് ഭൂമിയിലേക്ക് വരണം, രാവിലെ ഉദിക്കണം, ആ സമയം, ആ കാര്യം, അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇന്ന സമയത്ത് അസ്തമിക്കണം, അത് ഏത് ദിവസം വരെ, ആ ഒരു കൃത്യമായ നിയമത്തിലാണ് ആ ഒരു പ്രകൃതിയിലെ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും ലംഘിക്കൂല, ഒരു നിമിഷം പോലും അതിനെതിരെ പ്രവർത്തിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു വസ്തുവാണ് സൂര്യൻ. അപ്പൊ നിങ്ങൾ പ്രകൃതിയിൽ ഓരോ സാധനങ്ങൾ എടുത്തു നോക്കൂ. ചന്ദ്രൻ അങ്ങനെയല്ലേ? ആ സമയത്ത് വരുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഓരോ എന്താ പറയുക, ഭൂമി അടക്കം ഓരോ ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു 24 മണിക്കൂർ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നതോടൊപ്പം ആ ഒരു ഇതിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട് അല്ലെ, ഖിയാമത്ത് നാൾ. അപ്പൊ ഈ പ്രകൃതി മൊത്തം എന്ന് പറയുന്നത് എ ടു സെഡ് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി ഇത്രയും ഭംഗിയിൽ പോകുന്നത്. ഇതെങ്ങാനും ഏതെങ്കിലും പ്രകൃതിയിലെ ഒരു വസ്തുവിനെ, ഒരു പുഴക്കോ അല്ലെങ്കിൽ ഒരു മലക്കോ സ്വന്തമായിട്ട് അള്ളാഹുവിന് തീരുമാനം എടുക്കാനുള്ള ഒരു നിമിഷം അള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നിമിഷം ഈ പ്രകൃതി താളം തെറ്റും. പുഴ വിചാരിക്കും പൊട്ടി അങ്ങ് ഒഴുകാന്നുള്ളത്. തോന്നിയെടുത്ത സ്ഥലത്തേക്ക് ഒഴുകാന്ന് വിചാരിച്ചാൽ പോയില്ലേ, വെള്ളപ്പൊക്കമായി, ആകെ പ്രശ്നമായി മൊത്തം. അതായത് എല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് മുസ്ലിമായി ജീവിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി ഇത്ര സുന്ദരമായി നല്ല ഒരു താളത്തിൽ നിയന്ത്രിതമായിട്ട് പോകുകയും മനുഷ്യരായ നമുക്ക് ഇവിടെ ജീവിക്കാനും പറ്റുന്നത്. ഇനി ആകെ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന നിസ്സാരമായ ഒരു വസ്തുവാണ് മനുഷ്യൻ.
ആ മനുഷ്യനിലേക്ക് വരുമ്പോ ആ മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾ മുസ്ലിമാണ്. കണ്ണ് മുസ്ലിമാണ്, കാത് മുസ്ലിമാണ്, നമ്മുടെ കാലുകൾ മുസ്ലിമാണ്, കൈകൾ മുസ്ലിമാണ്. എന്തുകൊണ്ട് ഞാൻ അതിനെ മുസ്ലിം എന്ന് പറയുന്നു? കാരണം കയ്യിന് ഒരു പ്രത്യേക ധർമ്മങ്ങളല്ല, ഓരോ ഓർഗൻ ഓരോ അവയവത്തിനും ഇപ്പൊ ഉള്ളിലുള്ള കിഡ്നി, ലിവർ ഒക്കെ മുസ്ലിങ്ങളാണ്. എന്താണ്? ഓരോന്നിനും ഓരോ ധർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഫംഗ്ഷൻ ആണ് ഓരോ ഓർഗനിന്. ആ ഒരു ഫംഗ്ഷൻ മാത്രമേ അതിന് ചെയ്യാൻ പറ്റൂ. കണ്ണിന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. ലംഘിച്ചുകൊണ്ട് ഞാൻ ഇന്നു മുതൽ കേൾക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ആ കാഴ്ചയാണ് കണ്ണിനുള്ള പണി. അത് മാത്രമേ അത് ചെയ്യുള്ളൂ. അതിന് മാത്രമേ അത് പറ്റുള്ളൂ. അള്ളാഹ് അങ്ങനെ ആക്കിയതാണ്. അപ്പൊ അത് മുസ്ലിമാണ്. അള്ളാഹിന്റെ നിയമങ്ങൾക്ക് പൂർണ്ണമായി വിധേയനായവനെയാണ് നമ്മൾ മുസ്ലിം എന്ന വാക്ക്. അപ്പൊ ഈ മനുഷ്യന്റെ ശരീരം മുസ്ലിമാണ്. പക്ഷെ മുസ്ലിം അല്ലാത്ത മുസ്ലിം അല്ലാത്ത എന്ന് പറഞ്ഞൂടാ, അള്ളാഹ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കുറച്ചു ഭാഗം അദ്ദേഹത്തിന്റെ ആ ഒരു ഹൃദയത്തിന്, അല്ലെങ്കിൽ അവന്റെ ചിന്തകൾക്ക് അള്ളാഹ് ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. ആ ഒരു ചെറിയ മേഖലയിലാണ് ഈ ഭൂലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാല് മനുഷ്യന് അള്ളാഹ് കുറച്ച് ഒരു ചെറിയ 1% 0.001% ആണ് ആ ഒരു സ്വാതന്ത്ര്യം അള്ളാഹ് കൊടുത്തത്. സ്വന്തമായി നീ തീരുമാനം എടുത്തോ, നിനക്ക് മുസ്ലിം ആവണോ വേണ്ടയോ എന്ന് നീ തീരുമാനിച്ചോ. പക്ഷെ നിന്റെ ശരീരം മൊത്തം മുസ്ലിമാണ്. പക്ഷെ ആ ഹൃദയം എങ്ങോട്ട് ഇപ്പൊ കണ്ണ്, അത് അത് മുസ്ലിമാണ്. പക്ഷെ ധർമ്മത്തിന്റെ കാര്യത്തിൽ, പക്ഷെ എവിടേക്ക് നോക്കണം എന്നുള്ളത് അത് അള്ളാഹ് നമുക്ക് ഫ്രീഡം തന്നു. ചീത്തയിലേക്കോ നല്ലതിലേക്കോ നോക്കണം എന്നുള്ള ഭാഗം മാത്രമാണ് അള്ളാഹ് നമുക്ക് വിട്ടു തന്നത്. പക്ഷെ ആ ഒരു വിട്ടു തന്നതിലാണ് നമ്മളുടെ പരീക്ഷണവും നമ്മളെ നരകങ്ങളും ഒക്കെ കിടക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ആ ഒരു ചെറിയ ഫ്രീഡത്തിന്മേലാണ് നമ്മൾ മുസ്ലിം ആണോ അമുസ്ലിം ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു അമുസ്ലിമിനോട് നമ്മൾ ഇസ്ലാമിലേക്ക്, അമുസ്ലിമായ ഒരാളോട് നമ്മൾ സംസാരിക്കും, അവരോട് ഈ തരത്തിൽ നമ്മൾ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ശരീരം അടക്കം അസ്ലമയാണ്, മുസ്ലിമാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കൂടി ആ മുസ്ലിം ആയിക്കൂടാ? അതായത് ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൂടാ, ദൈവത്തിന്റെ നിയമങ്ങൾക്ക് വിധേയനായിക്കൂടാ എന്ന് നമുക്ക് ചോദിക്കാം. അത് മാത്രമാണ് നിങ്ങളത് വിധേയനാകുന്നത്. ഇപ്പൊ ഈ ഒരു ഭാഗം കൂടി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെ നമ്മൾ പൂർണ്ണ മുസ്ലിം എന്ന് പറയുന്നു. അല്ലാത്തൊരു വ്യക്തിയെ നമ്മൾ പകുതി മുസ്ലിം എന്ന് പറയാം. എന്തുകൊണ്ട് പകുതി? ശരീര മുസ്ലിം ആയതുകൊണ്ട്. മനസ്സിലായില്ല? അപ്പൊ വളരെ ലോജിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അദ്ദേഹം ഇസ്ലാം മതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ അസ്ലമ യുസ്ലിം മുസ്ലിം എന്നുള്ള വാക്ക് നമ്മൾ വളരെ അതിന്റെ ഒരു വിശാലത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാക്കാണ്. ഈ ഒരു ആയത്ത് അള്ളാഹ് വിശദീകരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 112-ാമത്തെ ആയത്തല്ലേ. അതായത് ഈ പിന്നെ അള്ളാഹു ഇതിലൂടെ പറയുന്നത് വെച്ചാൽ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ വാദിക്കുന്നത് പോലെ അള്ളാഹു ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിനോ സമുദായത്തിനോ നാട്ടുകാർക്കോ സംവരണം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയല്ല സ്വർഗം എന്ന് പറയുന്നത്. നീ ഇന്ന ആളായത് കൊണ്ട്, ഇന്ന തറവാട്ടിൽ ജനിച്ചത് കൊണ്ട്, ഇന്ന കുടുംബത്തിലെ ആളായതുകൊണ്ട്, ഇന്ന നാട്ടിലായതുകൊണ്ട്, നീ ജനിച്ചത് കൊണ്ട്, മദീനത്ത് ജനിച്ചത് കൊണ്ട് നിനക്ക് സ്വർഗം എന്ന് ഒരാൾക്കും പറയാനുള്ള ഒരു 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 അവകാശവുമില്ല. അത് ലഭിക്കുവാനുള്ള ഉപാധി എന്ന് പറയുന്നത് അതായത് പിന്നെ ഈ സ്വർഗലബ്ധിക്ക് 2 ഉപാധി. ഒന്ന് എന്ന് പറയുന്നത്, ഇവിടെ 2 ഉപാധി പറഞ്ഞത്, ഒന്ന് അസ്ലമ വജ്ഹൂലില്ല, രണ്ടാമത്തെ എന്താണ്? വഹുവ മുഹ്സിൻ. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവന് സ്വർഗത്തിൽ പെട്ടുള്ളൂ എന്നുള്ളത്. അതിൽ ഒന്നാമത്തത് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ഒരു അംഗമായിരിക്കുക എന്നതല്ല ഞാനിപ്പോ പറഞ്ഞ പോലെ, മറിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനും ഭക്തിക്കും അവന്റെ വിധിവിലക്കുകളോടുള്ള അനുസരണത്തിലും സമർപ്പിച്ചവനാവുക എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഒരു സമൂഹത്തിലെ ഒരു മുസ്ലിങ്ങളുടെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റ് ഇതിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ OBC-യിൽ പെട്ടതാണല്ലേ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. OBC എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് നമ്മൾ ഫോമിൽ ഫില്ല് ചെയ്യുക. അതിൽ OBC-യിലെ മുസ്ലിം എന്ന് പറഞ്ഞതിലാണ് നമ്മളൊക്കെ. ഈഴവരുണ്ട്, മുസ്ലിം പട്ടികജാതിക്കാരുണ്ട്, മുസ്ലിം ഉണ്ട്. പക്ഷെ അത്തരത്തിലൊക്കെ നമുക്ക് മുസ്ലിം എന്നുള്ള ഒരു നാമധാരി ആയിക്കൊണ്ട് അവിടെ റിസർവേഷൻ കിട്ടും. നമുക്കൊരു ഫീസിൽ ഇളവ് കിട്ടും, നമുക്ക് അല്ലെ, അതൊക്കെ നമുക്ക് എൻട്രൻസിലൊക്കെ ആ ഒരു കോട്ടയിലൂടെ കയറുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ പ്രവർത്തനമല്ല, അവിടെ ഒരാളെ മുസ്ലിം എന്നുള്ളത് ആ ഒരു നാമധാരിയായി ആ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ആ ഒരു പേരിലൂടെ നമുക്ക് എല്ലാ ഇളവുകളും നമ്മൾ നേടിയെടുക്കുന്നവരാണ് അധിക പേര്. പക്ഷെ പ്രവർത്തനത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അതൊന്നും നടക്കുകയില്ല. മറിച്ച് അള്ളാഹുവിനുള്ള സ്നേഹത്തിനും ഭക്തിയിലും വിധിവിലക്കുകളും
അനുസരണത്തിന് സമർപ്പിച്ചവനാവുക എന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ മുഹ്സിൻ ആവുക എന്നുള്ളത്. അതായത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളും ഉപദേശ നിർദ്ദേശവും തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും കഴിയുന്നത്ര ഭംഗിയായും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ് മുഹ്സിനായ എന്ന വാക്കിന് അർത്ഥം. മനസ്സിലായില്ലേ? മുഹ്സിൻ എന്ന് പറയുന്നത് വെറും ഞാൻ അള്ളാഹു സമർപ്പിച്ചവനാണ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നവനല്ല, മറിച്ച് ആ സ്നേഹവും കൂറും ഇഖ്ലാസോട് കൂടി നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമായി, അതായത് മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസിയായിക്കൊണ്ട് സ്വർഗത്തിന് പ്രാപ്തമാകുള്ളൂ എന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത്. അത് നിഷ്കളങ്കൻ ഇഖ്ലാസ് വേണം, നിയ്യത്ത് ശുദ്ധമായിരിക്കണം. ഇപ്പൊ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ രണ്ടു മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായ ഇഖ്ലാസോട് കൂടി നിയ്യത്ത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വജ്ഹിന് വേണ്ടി മാത്രമാവുകയും, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇത് അള്ളാഹ് പറഞ്ഞ പോലെ ചെയ്യുകയും വേണം. രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ നല്ല നിയത്തോടു കൂടിയൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷേ അത് അള്ളാഹ് പറഞ്ഞ പ്രകാരമല്ലെങ്കിൽ അത് ശരിയായ പ്രയോഗവൽക്കരണമല്ല. അതായത് ഇത്ര സുജൂദ്, ഇത്ര റുക്കൂ, ഇത്ര ഇത്, അങ്ങനെ ഒരു ക്രമം ഉണ്ടാവുമല്ലോ, അത് അതുപോലെ തന്നെ ആവുകയും വേണം. അങ്ങനെയാണ് ഇത് പറയുന്നത്. ഇങ്ങനെ അള്ളാഹുവിന് സ്വയം സമർപ്പിക്കുക അനുസരിക്കുകയും ചെയ്യുന്നത് ആരായാലും, അത് ക്രിസ്ത്യാനിയും ജൂതനെന്നല്ല, അത് ആരായാലും അവന് അള്ളാഹുവിൽ നിന്ന് സംരക്ഷണമുണ്ട്, അവന്റെ പ്രതിഫലമായി സ്വർഗമുണ്ട്. അവർക്ക് ജീവിതത്തിൽ സമാധാനം, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന അവസാനിയായിട്ട് പറയുന്നത്. അവര് പേടിക്കേ വേണ്ട, അവർ സങ്കടപ്പെടുകയേ വേണ്ട എന്ന് പറയുന്നത്. അതായത് അവർക്ക് സമാധാനമുണ്ട്, സുഖമുണ്ട്, തങ്ങളുടെ കർമ്മജീവിതം പാഴാകുമെന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, മരണത്തെ ഭയപ്പെടേണ്ടതില്ല, മരിച്ച ശേഷം ഖബറിൽ കിടക്കുന്നത് ഭയപ്പെടേണ്ടതില്ല, അതിനുശേഷം വന്ന് എത്ര ഭയാനകമായ നാള് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താണ്? അവർ അള്ളാഹുവിന്റെ വിധിവിലകൾക്കനുസരിച്ച് ജീവിച്ചവരാണ്. പിന്നീട് അങ്ങനെ അവരൊരിക്കലും സ്വർഗത്തിൽ എത്തുന്നത് വരെ അവർക്ക് സമാധാനം, സ്വർഗത്തിൽ എത്തിയാലും സലാമുൻ അലൈക്കും എന്നുള്ള പറഞ്ഞ പോലെയുള്ള ഒരു ജീവിതമായിരിക്കും. അപ്പൊ ഇതാണ് ഈ ആയത്ത് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആയത്താണിത്. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ അടുത്ത ആയത്തിലേക്ക് കടക്കാം. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ജൂതന്മാർ പറയുന്നു ക്രിസ്ത്യാനികളുടെ പക്കൽ ഒന്നുമില്ല, ക്രിസ്ത്യാനികൾ പറയുന്നു ജൂതന്മാരുടെ പക്കൽ ഒന്നുമില്ല. ഇരുകൂട്ടരും ആകട്ടെ വേദമോതുന്നവരുമാകുന്നു. പരിജ്ഞാനമില്ലാത്ത ജനവും ഇவ்விധം വാദിക്കുന്നുണ്ട്. അന്ത്യനാളിൽ അള്ളാഹു ഇവരുടെ തർക്കങ്ങളിലെല്ലാം തീരുമാനം കൽപ്പിക്കുന്നതാകുന്നു. വഖാലത്ത് വാക്കർത്ഥത്തിലേക്ക് വഴക്കാം. വഖാലത്ത്, അത് പറഞ്ഞു. ഖാലത്ത് എന്ന് പറയുന്ന ഇവിടെ യഹൂദികൾ സ്ത്രീലിംഗമായത് കൊണ്ടായിരിക്കും അത് ഖാലത്ത് എന്ന് പറയുന്നത്. വഖാലത്ത് അൽ യഹൂദികൾ, ജൂതന്മാർ പറഞ്ഞത് ലൈസത്തിൻ നസാറ, നസ്രാണികൾക്കില്ല. ലൈസത്ത് എന്നൊക്കെ പറയും. ലൈസ എന്ന് പറയുന്നത് നമ്മള് മുദക്കർ ആകുമ്പോ ഉപയോഗിക്കും. ലൈസത്ത് എന്ന് പറയുമ്പോ മുഅന്നസ് ആകുമ്പോ, കാലത്ത് എന്ന് പറഞ്ഞ പോലെ ലൈസത്ത്. ലൈസത്തിൻ നസാറ, നസ്രാണികൾക്കും ഇല്ല. എന്തില്ല? അലാ ഷെയ്യിൻ, ഒരു കാര്യവും ഇല്ല. ഷെയ് എന്ന് പറഞ്ഞാൽ ശരിക്കും കാര്യം, അല്ലെ? ഒരു വസ്തു എന്നൊക്കെ പറയുന്നത്. അതായത് അവർക്കൊരു പ്രൂഫും ഇല്ല, അവർക്കൊരു പ്രമാണവും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. എന്താണ്, ഓനക്കൊരു വസ്തു ഇല്ല എന്നറിയില്ല, ഓനക്ക് ഒന്നുമില്ല, ഒരു ആധാരവും ഇല്ല എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. വഖാലത്തിൽ യഹൂദികൾ പറയുന്നു. എന്താണ് അവർ പറയുന്നത്? ലൈസത്തിൻ നസാറ, നസ്രാണികൾക്കില്ല. ലൈസ എന്ന് പറയുന്നത് ഇല്ല, അല്ല. എന്തില്ല? അലാ ഷെയ്ഇൻ, ഒരു കാര്യത്തിന് മേലും ഇല്ല. അതായത് യാതൊരു ആധാരവും ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ക്രിസ്ത്യാനിയുടെ പക്കൽ ഒന്നുമില്ല എന്ന് പറയുന്നത് യാതൊരു വേദപ്രമാണം അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാ പറയുന്നത്, സത്യമൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ലൈസത്തിൻ നസാറ അലാ ഷെയ്ഇൻ, നസ്രാണികൾ എന്റെ പക്കൽ ഒന്നുമില്ല. വഖാലത്തിൻ നസാറ, ഇതൊക്കെ നല്ല എളുപ്പമാണ് ഈ ആയത്തുകൾ കേട്ടോ. ഒരേ ആയത്ത് പല രീതിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കുക, നോക്കി നോക്കൂ. വഖാലത്തിൻ നസാറ, നസ്രാണികൾ പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? ലൈസത്തിൽ യഹൂദികൾക്ക് ഇല്ല. എന്ത്? അലാ ഷൈഇൻ, ഒരു യാതൊന്നുമില്ല, ഒരു വസ്തുവില്ല, അവരുടെ പക്കലും യാതൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇത് വളരെ എളുപ്പമല്ലേ? വഖാലത്തിൽ യഹൂദ് ലൈസത്തിൻ നസാറ, യഹൂദികൾ പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് ഒന്നുമില്ല, അവരുടെ പക്കൽ ഒന്നുമില്ല. അലാ ഷൈഇൻ. വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ, നസ്രാണികൾ പറഞ്ഞു ജൂതന്മാരുടെ പേരിൽ യാതൊന്നുമില്ല, അവർ യാതൊന്നിലും ഒരു പ്രമാണവുമില്ല.
ഇനി അവരാണെങ്കിലോ ആൻഡ് ഹും അവർ യത്ലൂനൽ കിതാബ്. യത്ലൂനൽ കിതാബ് എന്ന് പറഞ്ഞ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്നു. യത്ലൂന എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഒരു പുതിയ വാക്കുന്നത്. യത്ലൂന എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. തിലാവത്തില്ലേ, നമ്മൾ ഖുർആന്റെ പാരായണത്തിന് എന്താ പറയാ, തിലാവത്തുൽ ഖുർആൻ അല്ലെ, അത് തന്നെയാണ് ഈ യത്ലൂന എന്നുള്ള വാക്ക്, അതിൽ നിന്ന് വരുന്നതാണ്. തലാ യത്ലു, തലാ എന്ന് പറയുന്ന ഓതി, ഓതി, യത്ലു ഓതുന്നു, തിലാവത്ത് എന്ന് പറയുന്നത് പാരായണം അല്ലെങ്കിൽ ഓതൽ എന്ന് പറയും. തലാ യത്ലു, അപ്പോ അതാണ് ഈ വാക്ക് തലാ യത്ലു. യത്ലൂനൽ കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേദബുക്കിനെയാണ് പറയുന്നത്. ആ വേദഗ്രന്ഥം അവർ ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടാണ് അവർ തമ്മിൽ അത് ഇതും പറയുന്നത് എന്ന് മനസ്സിലായില്ലേ. ഒരാൾ മറ്റവരെ കുറ്റപ്പെടുത്തുന്നു, മറ്റവർ ഇവരെ കുറ്റപ്പെടുത്തുന്നു. വഹും യത്ലൂനൽ കിതാബ്, അവർ രണ്ടുപേരും ആണെങ്കിൽ എന്താണ്, ഈ വേദം ഓതിക്കൊണ്ടിരിക്കുകയുമാണ്. കെദാലിക്ക, ഇനി വേറെ റൂട്ടർ പറയാണ് കേട്ടോ. കദാലിക്ക, അപ്രകാരം. ക എന്ന് പറയുന്നത് പോലെ എന്നുള്ള അർത്ഥാണ്. ക പോലെ, ദാലിക്ക, അപ്പൊ ഈ ദാലിക്ക അത്. അപ്പൊ ഈ കദാലിക്ക എന്ന് പൊതുവെ ഖുറാനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കദാലിക്ക എന്ന് പറഞ്ഞാൽ അപ്രകാരം, അതായത് അതേപോലെ, അതുപോലെ എന്നൊക്കെ അർത്ഥം. കദാലിക്ക അപ്രകാരം. കാല, കാല പറഞ്ഞു, എന്ത് പറഞ്ഞു, അല്ലദീന ലാ യഅലമൂൻ, ആര് പറഞ്ഞു, അല്ലദീന ലാ യഅലമൂൻ. യഅലമൂൻ എന്നുള്ള വാക്കേതാണ്, അലിമ യഅലമു. ഇത് മുന്നേ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതാതിരുന്നത് കേട്ടോ. ഇത് വളരെ ഫെമിലിയർ ആണ്. അലിമ യഅലമു, അലിമ അറിഞ്ഞു, യഅലമു അവൻ അറിയുന്നു, യഅലമൂന എന്ന് പറയുമ്പോ അവരറിയുന്നു. ലാ യഅലമൂന, അപ്പൊ ലാ എന്ന് ചേരുമ്പോഴോ അവരറിയുന്നില്ല, അവരറിയുന്നില്ല എന്ന്. പക്ഷെ അല്ലദീന എന്ന് മുന്നേ കൂട്ടുമ്പോ അങ്ങനെ അറിയുന്നില്ലാത്ത കൂട്ടർ, അതായത് വിവരമില്ലാത്തവർ എന്നൊറ്റ വാക്ക് പറയാണ്, വിവരമില്ലാത്തവർ, അറിവില്ലാത്തവർ, വിജ്ഞാനമില്ലാത്തവർ എന്ന് പറയും. അല്ലദീന എന്ന് പറയുമ്പോ അങ്ങനെ ഇല്ലാത്തൊരു കൂട്ടരായി കേട്ടോ. ഏത് ഈ ലാ യഅലമൂന എന്ന് പറഞ്ഞാൽ അവർ അറിയുന്നില്ല എന്നാണ്. അതിന്റെ മുന്നേ അല്ലദീന ചേർക്കുമ്പോ അങ്ങനെയുള്ള അറിയാത്തതായിട്ടുള്ള ആ ഒരു കൂട്ടർ. അപ്പൊ കാല, അവര് പറഞ്ഞത് എന്താണ്, അല്ലദീനലായാലും വിവരമില്ലാത്തവർ മിസ്ല ഖൗലിഹിം, മിസ്ല എന്ന് പറയുന്നത് പോലെ, മിസ്ല പോലെ, ഖൗലിഹിം അവരുടെ വാക്ക് പോലെ. ആരുടെ വാക്ക് പോലെ, ഇതിന് മുന്നേ രണ്ടു കൂട്ടർ പറഞ്ഞല്ലോ ഒരു വാക്ക്, നിങ്ങൾക്കൊരു ആധാരവും ഇല്ല മറ്റൊരു ആധാരവും ഇല്ല എന്നുള്ള, അതുപോലെ ഈ വിവരമില്ലാത്ത ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇത് ആരെ പറ്റിയാ പറയുന്നതെന്നറിയോ, വല്ലദീനലായാലമൂനൽ മിസ്ല ഖൗലിഹിം, ഈ മക്കത്ത്, അതായത് പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന സമയത്ത് മക്കത്തുണ്ടായിരുന്ന അറബികൾ ഉണ്ടല്ലോ, ആ ഖുറൈശികൾ ഉണ്ടല്ലോ, അവർക്ക് വേദമൊന്നും ഇല്ല, അവരുടെ കയ്യിൽ ഒരു വേദവും ഇല്ല, ബൗദ്ധ വിശ്വാസികളാണ്, മുശ്രിക്കുകളാണ്. അവര് പറയുന്നത് അവരും ഇവരെ പോലെ ഇങ്ങനെ പറയും. എന്താ പറയുന്നത്, മറ്റവർക്കൊരു ആധാരവും ഇല്ല, മനസ്സിലായില്ലേ. ഇവര് ശരിക്കും ഒരു വേദവും ആവാതാത്തവരാണ്, വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരാണ്. ഇവര് ഈ ക്രിസ്ത്യാനികളെയും ഈ ജൂതന്മാരെയും അവരും പറയും, മനസ്സിലായില്ല. അതാണ് പറയുന്നത് മിസ്ല കൗലിഹിം, അവര് പറഞ്ഞ പോലെ തന്നെ ഈ വിവരമില്ലാത്ത ആളുകളും പറയുന്നുണ്ട്. അപ്പൊ ഫല്ലാഹു, അപ്പോൾ അല്ലാഹു, യഹ്കുമു, യഹ്കുമു എന്ന് പറയുന്ന വിധി കൽപ്പിക്കുന്നു. ഹക്കമ യഹ്കുമു, ഹക്കമ വിധി കൽപ്പിച്ചു, വിധി കൽപ്പിച്ചു, യഹ്കുമു വിധി കൽപ്പിക്കുന്നു. ഹാക്കിം, അല്ലാഹു, അല്ലാഹു അഹ്കമുൽ ഹാക്കിമീൻ എന്ന് പറയാറില്ലേ. അല്ലാഹു അഹ്കമുൽ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവുന്നു അല്ലാഹു, അല്ലെ. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നുള്ള അല്ലേ സൂറത്തിന്റെ അവസാനത്തില്. അലൈസല്ലാഹു അഹ്കമുൽ, സൂറത്ത് തീനല്ലേ ഇരുന്നത്, അതെ. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് പറയുമ്പോ അതിനെന്താ പറയുന്നത്, അല്ലാഹു അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അലൈസ അല്ലേ, അലൈസ അല്ലാഹു, അല്ലാഹു അല്ലേ, അഹ്കമുൽ ഹാക്കിമീൻ, ഹാക്കിമീങ്ങളിൽ അതായത് വിധികർത്താക്കളിൽ, അഹ്കം എന്ന് പറഞ്ഞ ഏറ്റവും നല്ല വിധികർത്താവ് അല്ലാഹു അല്ലേ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പൊ ആ സൂറത്ത് കേൾക്കുന്ന ഒരു വ്യക്തി അവിടെ ഉത്തരം കൊടുക്കണം, ബല, ബല വാനാല ദാലിക മിന ഷാഹിദീൻ, ഞാനും ആ ഒരു വാക്കിന് സാക്ഷ്യം വഹിക്കുന്നു. അതായത് അള്ളാഹു ആ തന്നെയാണ്, അങ്ങനെ ഹാക്കിമീങ്ങൾ ഏറ്റവും ഉത്തമൻ നമ്മൾ ഞാനും സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ ഒരു ആയത്ത് സൂറത്ത് എവിടെ നമ്മൾ കേട്ടാലും അതിന് മറുപടി കൊടുക്കണം, മനസ്സിലായല്ലോ. അതാ സൂറത്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇത് അതാണ് ഹാക്കിം എന്ന് പറയുന്ന വിധികർത്താവ്. ഹക്കമ യഹ്കുമു വിധി കൽപ്പിക്കുന്നു, ഹാക്കിം വിധികർത്താവ്. അള്ളാഹു യഹ്കുമു ബൈനഹും, ബൈന എന്ന് പറയുന്നത് എന്താ, ഇടയിൽ, ബിറ്റ്വീൻ, അവർക്കിടയിൽ, ബൈനഹും അവർക്കിടയിൽ അള്ളാഹു യഹ്കുമു. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു എന്താക്കും, അവർക്കിടയിൽ യഹ്കുമു വിധി കൽപ്പിക്കും. അവരിങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയാണല്ലോ, നിങ്ങളല്ല ശരി ഞങ്ങളാണ് ശരി, അവർ മറ്റോര് പറയുന്നത് നിങ്ങളല്ല, അങ്ങനെയുള്ള ആ കുറ്റപ്പെടുത്തലിന്റെ ഇടയിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കിടയിൽ അള്ളാഹു എന്താണ് വിധി കൽപ്പിക്കും ഖിയാമത്ത് നാളിൽ. ഫീമാ, എന്തില്, ഫീ എന്ന് പറഞ്ഞ മാ എന്താണോ, കാനു അവരായിരുന്നു, ഫീഹി അതിൽ, യഖ്തലിഫൂൻ, യഖ്തലിഫു എന്നുള്ള വാക്ക് ഇഖ്തലഫ യഖ്തലിഫു ഭിന്നിച്ചു,
ഇഖ്തലഫ ഭിന്നിച്ചു, യഖ്തലിഫു ഭിന്നിക്കുന്നു. അപ്പോ ഭിന്നിക്കുന്നു, യഖ്തലിഫു ഫീമ, അപ്പൊ അവര് ഭിന്നിച്ചിട്ടുണ്ടായിരുന്ന ആ കാര്യത്തിൽ അള്ളാഹു എന്താക്കും? യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. അവർ ഈ ഭിന്നിച്ചിട്ടുണ്ടായിരുന്ന മാ കാനു, അവരായിരുന്നു, മാ എന്താണോ, മനസ്സിലായില്ലേ ആയത്ത്? അപ്പോൾ അള്ളാഹു യഹ്കുമു, വിധി കൽപ്പിക്കുന്നു, ബൈനഹും, അവർക്കിടയിൽ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ഫീ ഇൽ, മാ കാനു, അവരായിരുന്നത് എന്താണോ, ഫീഹി, അതിൽ, ഏതോ ഒരു കാര്യത്തിൽ, ഫീ എന്ന് പറഞ്ഞ ഇൽ, ഹി, അതിൽ, യഖ്തലിഫൂൻ എന്ന് പറഞ്ഞ അവർ ഭിന്നിച്ചു കൊണ്ടിരുന്നായിരുന്ന ആ ഒരു കാര്യത്തിൽ അള്ളാഹു ഖിയാമത്ത് നാൾ വിധി കൽപ്പിക്കുന്നതാകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ആയത്ത് വിശദീകരണത്തിൽ പറയുന്ന, ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്ന, പരസ്പരം സത്യവാദികളും സ്വർഗാവകാശികളുമായി അംഗീകരിക്കുകയും ചെയ്തിരുന്ന ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ പരസ്പരം വീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇവര് പിന്നെ നേരത്തെ കഴിഞ്ഞ ആയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവര് രണ്ടു കൂട്ടരും ഇസ്ലാമിനെ എതിർക്കുന്നതിൽ ഒറ്റ കൂട്ടരായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും, തെറ്റിദ്ധരിക്കും അവര് തമ്മിൽ ഭയങ്കര കൂട്ടാന്ന്. അങ്ങനെയല്ല, മറിച്ച് അള്ളാഹ് ഈ ആയത്തിൽ പറഞ്ഞു തരണം. അവര് തമ്മിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവർ തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ്. അവർ പറയുന്നത്, ജൂതന്മാരുടെ വീക്ഷണത്തിൽ ക്രൈസ്തവർ യാതൊരു വിശ്വാസഭേദ പ്രമാണത്തെ ആധാരമാക്കി ജീവിക്കുന്നവരല്ല. അതവര് പറയുന്ന, ഈ ജൂതന്മാരും ഈ ക്രിസ്ത്യാനികളെ പറ്റി പറയുന്നത് എന്താണെന്ന് പറയുക, വാഗ്ദത്ത മിശിഹയായി അഭിനയിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട വ്യാജനും വഞ്ചകനുമായ യേശു എന്ന ആ ജൂതന്റെ അനുയായികളാണ്. അതായത് ജൂതൻ, യേശു എന്ന് പറയുന്ന ജൂതനാണ്. അപ്പൊ ആ ജൂതൻ എന്ന് പറയുന്നത് ഒരു കള്ളനായ, ഒരു വഞ്ചകനായ ഒരു ആളായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് വന്നതാണ്. അതായത് ആദ്യം വന്നത് ജൂതമതാണല്ലോ, നിങ്ങൾക്കറിയാലോ അല്ലെ, തൗറാത്താണ്. അപ്പോ തീർച്ചയായും ഒരു ആള് വന്നു, ഒരു ജൂതൻ, അവൻ ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞു. എന്നിട്ട് വന്നപ്പോ കുറെ ആളുകൾ അയാൾക്ക് അനുയായികളായിട്ട് കൂടി. അവരുടെ ഒരു ചതിയിൽപ്പെട്ട ഒരു കൂട്ടരാണ് ക്രിസ്ത്യാനികൾ എന്നാണ് ഈ ഒരു ജൂതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് ഫോളോ ചെയ്യുന്ന ഈ ഒരു ഇഞ്ചീലുണ്ടല്ലോ, അതായത് പുതിയ നിയമം, അത് ശരിക്കൊരു വേദമോ ദൈവിക വചനമോ അല്ല എന്നാണ് ജൂതന്മാര് പറയുന്നത്. അവർ തന്നെ കെട്ടിച്ചമച്ച വാക്കുകളാണ്. മിഷിഹ എന്ന് പറയുന്ന ദൈവവുമായി കൊണ്ടാടുന്ന യേശുവിനാട്ടെ പിലാത്തോസ് എന്ന റോമാകാരനെ കുരിശിലേറ്റി കൊല്ലുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അയാളുടെ വഞ്ചനക്ക് കിട്ടിയ ഒരു ശിക്ഷയായിട്ടാണ് ഈ കുരിശിലേറ്റൽ എന്നാണ് ഈ ഒരു ജൂതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പരലോകത്തും അയാളെയും അയാളുടെ അനുയായികളെയും കാത്തിരിക്കുന്ന കത്തിക്കാളുന്ന നരകം തന്നെയാണ്. അതായത് മനസ്സിലായില്ലേ, ജൂതന്മാര് ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവര് ഏതോ ഒരു യേശുവിനെ അവര് ഫോളോ ചെയ്തു. യേശു ആണെങ്കിൽ ഏതോ ഒരു ചക്രവർത്തി അദ്ദേഹത്തെ കുരിശിലേറ്റി കൊന്നു. ആ കൊന്നത് അയാളുടെ ഒരു ചതിയുടെ ഭാഗമായിട്ട് ആ ഒരു കൊല അയാൾക്ക് കിട്ടിയത്. ഇനി പരലോകത്ത് വെച്ച് അദ്ദേഹത്തെയും അനുയായികളെയും അള്ളാഹു നരകത്തിലേക്ക് ഇടുമെന്നാണ് ഈ ജൂതന്മാര്, അത് പിന്നെ ജൂതന്മാര് പറയുന്ന ജൽപ്പനങ്ങളാണ് ഈ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും പറയുന്നത്, അദ്ദേഹത്തെ ഫോളോ ചെയ്ത ക്രിസ്ത്യാനികളെ കുറിച്ച്. ഇനി നേരെ മറിച്ചോ, ക്രിസ്ത്യാനികൾ ജൂതന്മാരെ കാണുന്നത് എങ്ങനെയാണ്? വേദപ്രവചന പ്രകാരം ആഗതനായ വാഗ്ദത്ത മിശിഹ, അതായത് ഈസാ നബിയെ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിനെ ഒറ്റുകൊടുത്ത് കുരിശിലേറ്റിച്ച നിഷേധികളും വഞ്ചകരും സത്യനിഷേധികളുമാണ് ജൂതന്മാർ. അതിനാൽ ഈ ലോകത്ത് തന്നെ ഏറ്റവും നികൃഷ്ടരാണ് ഈ ജൂതന്മാർ. പരലോകത്തും അവർക്ക് നരകമല്ലാതെ അതൊന്നും ലഭിക്കയില്ല എന്നാണ് ഇത് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, വഹും യത്ലൂനൽ കിതാബ, ഈ രണ്ടു കൂട്ടരാണെങ്കിലോ, തൗറാത്ത് ഒരു കൂട്ടർ ഓതുന്നുണ്ട്, ഇഞ്ചീൽ ഒരു കൂട്ടരും ഓതുന്നത്. എന്നിട്ട് എത്ര വിചിത്രമായ സംഗതി അവർ പറയുന്നത്. രണ്ടു കൂട്ടരും ഓതുന്നത് അത് ശരിക്കും ക്രിസ്ത്യാനികള് തൗറാത്തും അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ജൂതന്മാര് ഇഞ്ചീൽ അംഗീകരിക്കുന്നില്ല, തിരിച്ചംഗീകരിക്കുന്നില്ല. ക്രൈസ്തവരുടെ ഇഞ്ചിയിൽ ജൂതന്മാർ അംഗീകരിക്കുന്നില്ലെങ്കിലും തൗറാത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വേദം ഏതാണ്? തൗറാത്താണ്. അതായത് തൗറാത്താണ് ആദ്യത്തേത്. പക്ഷെ എന്നിട്ടും ഇവർ തമ്മിൽ ദീനിന്റെ അടിസ്ഥാന ദർശനങ്ങളിൽ പോലും ഇവർ യോജിക്കുന്നില്ല. അതായത് മനസ്സിലായില്ലേ, അടിസ്ഥാന ദർശനം എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹ്, ഏകനായ അള്ളാഹ്, അതിൽ പോലും അവർ വ്യത്യസ്തരാണ്. ജൂതന്മാർ വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാല്, തങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ലോകനാഥകന്മാർ നിശ്ചയിച്ച പിതാവായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ജൂതന്മാര്. ജൂതന്മാർക്ക് പിതാവും പുത്രനും ഒന്നുമില്ല. എന്നാൽ ക്രിസ്ത്യാനികളോ ഈ പിതാവിന് പുത്രനും ഉണ്ടെന്നും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും എന്നുള്ള ത്രിയേകത്വത്തിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരേ വേദം ഓതിക്കൊണ്ടിരിക്കുന്ന രണ്ടു കൂട്ടർ, തൗറാത്ത് രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു വേദമാണ്, എന്നിട്ടും വിശ്വാസത്തിൽ ഇവർ രണ്ടും വ്യത്യസ്തരാണ്. ഒരാൾ ഏകദൈവമാണെങ്കിൽ മറ്റുള്ളവർ ത്രിയേകത്വത്തിലാണ് വിശ്വസിക്കുന്നത്.
ഇനി ഇതുവഴി രണ്ടു കൂട്ടരും അവരുടെ വിഷമുള്ള ദേവേദ സത്യങ്ങൾ ബഹുദൂരം അകന്നു പോയിരിക്കുന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് പിന്നെ പ്രവാചകന്മാർ അവർ വിശ്വസിക്കുന്നില്ല. ഇനി ഇവിടെ മൂന്നാമത് പറഞ്ഞ കൂട്ടര് വഹും യത്ലൂനൽ കിതാബ എന്ന് പറഞ്ഞിട്ട് കദാലിക കാലല്ലദീന ലാ യഅലമൂന എന്ന് പറഞ്ഞില്ലേ, വിവരമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ഇവിടെ ഈ പിന്നെ ഈ രണ്ട് വേദത്തിലും വിശ്വസിക്കാത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഖുറൈശികളായ ബഹുദൈവ ആരാധകർ അവര് പറഞ്ഞെന്താണ്, ഈ രണ്ട് വേദങ്ങളും കെട്ടുകഥകളാണ്. ഭൗതിക ജീവിതം മാത്രമേ മനുഷ്യനുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ എല്ലുകളായി തീർന്ന ഒരിക്കലും മനുഷ്യൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ പരലോകത്ത് നിഷേധിക്കുന്ന ഒരു കൂട്ടരാണ് മൂന്നാമത്തെ കൂട്ടര്. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ മൂന്ന് കൂട്ടരും ഇസ്ലാമിനെ എതിർക്കുന്ന പോയിന്റിൽ ഒറ്റക്കെട്ടാകുന്നു. ഈ മൂന്ന് വിഭാഗത്തിൽ ഓരോരുത്തരും ഇസ്ലാമിൽ അത്ര തന്നെ എതിർപ്പ് മറ്റു രണ്ട് കക്ഷികൾക്കും ഉണ്ട്, എതിർപ്പിന്റെ കാര്യത്തില്. ഇനി കദാലിക്ക കാലല്ലദീന മിസ്ല ഖൗലിഹി എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇവര് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിരുന്നത് എന്ന് പറയാൻ കാരണം, ഈ രണ്ടു കൂട്ടരും പറഞ്ഞ എന്താണ്, മറ്റവർക്ക് ഒരു ഭേദമില്ല, ഒരു യാഥാർത്ഥ്യമില്ല, ഒരു പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബൗദ്ധ വിശ്വാസികൾ പറഞ്ഞത്. ഈ രണ്ടു കൂട്ടർക്കും ഒരു പ്രൂഫ് ഇല്ല എന്നാണ് ഈ കദാലിക്ക എന്ന് പറയുന്ന അപ്രകാരം എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത് കേട്ടോ. മിസ്ല കൗലി എന്ന് പറയുന്ന അതേപോലെ തന്നെ ഇവരും പറയുന്നു എന്നുള്ളത്. ഇനി അവസാനമായിട്ട് ഈ ആയത്തിൽ പറഞ്ഞത് ഇനി പരലോകത്ത് വെച്ച് അള്ളാഹു ഇവർക്ക് ഇടയില് വിധി കൽപ്പിക്കും. അവർ ഈ മൂന്ന് കൂട്ടർ ഭിന്നിച്ചിരുന്ന കാര്യത്തിൽ ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ എന്ന് പറഞ്ഞല്ലോ. അത് ഈ ഒരു യഖ്തലിഫൂൻ കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് ഈ മൂന്ന് കൂട്ടർക്കും ഏതാണ് സത്യം എന്ന് കാണിച്ചു കൊടുക്കും എന്നുള്ളതല്ല. ഈ മൂന്ന് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോ ഏതാണ് ശരി എന്ന് കാണിച്ചു കൊടുക്കുമെന്നല്ല ഖിയാമത്ത് നാൾ അള്ളാന്റെ വിധി എന്ന് പറയുന്നത്. അത് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അതാണെന്ന്. അങ്ങനെയല്ല, ഈ മൂന്ന് കൂട്ടർ പറയുന്നതും തെറ്റാണ്. മൂന്ന് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ജൽപ്പിക്കുന്ന മൂന്നാളും ശരിയല്ല, മനസ്സിലായില്ലേ? അതിലേത് ശരി എന്നല്ല, മറിച്ച് ഇസ്ലാമിനോടുള്ള എതിർപ്പുണ്ടല്ലോ ഈ മൂന്ന് കൂട്ടർക്കും, അത് എന്തിനായിരുന്നു നിങ്ങൾ അത് ചെയ്തിരുന്നത്, അക്കാര്യത്തിൽ അള്ളാഹ് ജഡ്ജ് ചെയ്യും. നിങ്ങൾ എന്ത് വിഷയത്തിലാണ് നിങ്ങൾ മൂന്ന് കൂട്ടരും ഇസ്ലാമിനെ അംഗീകരിക്കാതെ ഇസ്ലാമിനോടുള്ള ഭിന്നിപ്പിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അള്ളാഹു അവർക്കിടയിൽ ശരിക്ക് വ്യക്തമാക്കി കൊടുക്കുമെന്നാണ് ഈ അവസാനമായിട്ട് ഈ ആയത്ത് പറഞ്ഞ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ഈ അറേബ്യയിലെ ബൗദ്ധ വിശ്വാസികളാണെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നിർത്താം, ഒരു ചെറിയൊരായത്തും കൂടി ഉണ്ടായിരുന്നു, ഇതും കൂടി പറയാം. 3 മിനിറ്റ് കൂടി, കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ തുടങ്ങിയത് അല്ലെ. യുവാമൻ അള്ളമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യും വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. പറഞ്ഞു നോക്കൂ, അർത്ഥം പറഞ്ഞു നോക്കൂ. ദൈവിക മന്ദിരത്തിൽ ദൈവിക നാമം സ്മരിക്കുന്നതിനെ വിലക്കുകയും അവ നശിപ്പിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്തവനേക്കാൾ അക്രമി ആര്? അങ്ങനെയുള്ളവർക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാനേ അർഹതയില്ലാത്തതാകുന്നു. അവർ അവിടെ പ്രവേശിക്കുന്നുവെങ്കിൽ ഭയത്തോടെ മാത്രം പ്രവേശിക്കട്ടെ. ഈ ലോകത്ത് നിന്ദയും പരലോകത്ത് കഠിന ശിക്ഷയുമാകുന്നവർക്കുള്ളത്. ഈ ആയത്തിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാട്ടോ. വമൻ അദ്ലമു, വ ആൻഡ് മൻ, ആരുണ്ട്, ആരാണ്. അല്ലമു എന്ന് പറയുന്നത് എന്താണ്, ദുൽമ് ചെയ്യുക അല്ലെ. അല്ലമു എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ അക്രമി. അക്ബറു എന്ന് പറയാറില്ല, അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ. കബീർ, വലിയ എന്നുള്ള വാക്കിൽ നിന്നാണ് അക്ബർ എന്ന് വരിക, ഏറ്റവും വലുത്. അതുപോലെ അല്ലമു എന്ന് പറയുന്ന ഏറ്റവും വലിയ അക്രമം ചെയ്തവൻ എന്നുള്ളതാണ്, അക്രമി, ഏറ്റവും കടുത്ത അക്രമി. അപ്പൊ മൻ അല്ലമു, അടുത്ത അക്രമി ആരുണ്ട്. മിമ്മൻ, എന്താണ് ഈ മിമ്മൻ എന്നുള്ള വാക്ക്, മിൻ പ്ലസ് മൻ എന്നുള്ളതാണ് മിമ്മൻ ആവുന്നത് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ട് വാക്കാണ്, മിൻ പ്ലസ് മൻ, മിമ്മൻ. പക്ഷെ അത് ഓതുമ്പോ മിൻ എന്നുള്ള സുക്കൂണുള്ള നൂന് ശേഷം വീണ്ടും മാം വരുമ്പോൾ അവിടെ ഇദ്ഗാമാണ് തജ്വീദ് നിയമം. നിങ്ങൾക്കറിയാം, സഫവിയാണ് അല്ല, സഫവി അല്ല, ഇദ്ഗാം മറ്റേ നൂനിന്റെ നിയമത്തിൽ പെട്ടതാണ്. മിൻ പ്ലസ് മിമ്മിന് ശേഷം യർമലൂല മീമി നൗമി എന്നുള്ള മീമ് വരുമ്പോൾ, അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി കൂടുമ്പോ മിമ്മൻ എന്നാണ് നമ്മൾ പറയേണ്ടത്, മിമ്മൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പക്ഷെ ഇത് ശരിക്കും മിൻ ഫ്രം മൻ, ആര്, അല്ലെ, മനസ്സിലായോ? അപ്പൊ അല്ലമു മിൻ എന്നുള്ളത് ഒരുമിച്ചാ വേണ്ടത്. അല്ലമു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ പറയാറ് ബെറ്റർ ദാൻ, ഗ്രേറ്റർ ദാൻ, ആ ഒരു പ്രയോഗമാണ് ഇത് അറബിയിൽ. അല്ലമു മിൻ, അല്ലമു മിൻ എന്ന് പറയുമ്പോ ആ രീതിയിലാണ് ഇത് പറയട്ടോ. അല്ലമു മിൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ അക്രമി എന്നുള്ള അർത്ഥത്തിലാണ്, കാൾ അക്രമി, ബെറ്റർ ദാൻ, ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന പോലെ. അപ്പൊ അല്ലമു മിൻ മൻ മന, ആരെക്കാൾ, മൻ ആരാണോ, മന തടഞ്ഞു, മന എന്ന് പറയുന്ന തടഞ്ഞു, വിലക്ക്,
മനഅ അല്ലെ, മനഅ. പിന്നെ ഇവിടെ ഇതില് മംനൂ എന്നൊക്കെ പറയാറില്ലേ? മംനൂ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഇവിടെ ഖത്തറിലൊക്കെ പലയിടത്തും എഴുതി വെച്ചിട്ട് മംനൂ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് എന്നാണ്. എന്താണ്? വിലക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. മംനൂ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, പാർക്കിങ്ങിലൊക്കെ കാണാലോ അല്ലെ? മംനൂ, മംനൂ എന്നുള്ള അതാണിത്. മനഅ, മനഅ യംനഉ എന്നാണ് കേട്ടോ. മനഅ എന്ന് പറഞ്ഞ തടഞ്ഞു, യംനഉ തടയുന്നു, വിലക്കുന്നു. അപ്പൊ മനഅ തടഞ്ഞു, മസാജിദല്ലാഹി അള്ളാഹുവിന്റെ പള്ളികളെ. മസ്ജിദിന്റെ പ്ലൂരലാണ് മസാജിദ്. മസ്ജിദ് ജമാണ് മസാജിദ്. മസാജിദല്ലാഹി അള്ളാഹുവിന്റെ മസാജിദുകളെ തടഞ്ഞു. യുദ്ക്കറ, യുദ്ക്കറ എന്നുള്ള ദിക്ർ കേട്ടോ, ദിക്റാണ് യുദ്ക്കറ എന്നുള്ള വാക്ക്. ദിക്ർ ദക്കറ യദ്കുറു ആണ്. അവിടെ മഞ്ഞതിൽ എഴുതിയിട്ടുണ്ട്. ദക്കറ ഓർമ്മിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഓർമ്മിച്ചു എന്നല്ല അല്ലെ, അള്ളാഹുവിനെ സ്മരിച്ചു. യദ്കുറു സ്മരിക്കുന്നു, അതിൽ നിന്ന് വരുന്നതാണ് യുദ്കറു. യുദ്കറു എന്നുള്ളതാണ് ശരിക്കും യുദ്കറു. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മൾ പാസീവ് ആക്കുമ്പോൾ യു കാന്നാക്കണം, കാന്നുള്ളത്. അപ്പൊ യു ഫസ്റ്റ് വൺ യു ആക്കുക, ദമ്മിടുക. യുദ്കറു എന്നുള്ള യുദ്കറു എന്നാവും. അപ്പൊ യുദ്കറു എന്തുകൊണ്ട് ഇവിടെ യുദ്കറാന്നായി? അൻ വന്നത് കൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ യുദ്കറു എന്നാവുക. അപ്പൊ അൻ യുദ്കറ സ്മരിക്കപ്പെടുന്നതിന് തടയുന്നവൻ. ഫീ ഹാ, ഫീ എന്ന് പറഞ്ഞ ഇൽ ഹാ അവയിൽ, അതായത് അള്ളാഹുവിന്റെ ആ ഒരു മസാജിദുകളിൽ വെച്ചിട്ട്. ഇസ്മുഹു അവന്റെ നാമം. ഇസ്മു എന്ന് പറയുന്ന പേര്, നാമം അല്ലേ? മാസ്മുക്ക, നിന്റെ പേരെന്തല്ലേ? അറബിയിൽ എന്താ? മാസ്മുക്ക, നിന്റെ പേരെന്താണ്? ഇസ്മു എന്ന് പറയുന്ന പേര്. ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നുള്ളതല്ലേ? അതുപോലെ ഇസ്മു എന്ന് പറയുന്ന പേര്, ഇസ്മുഹു അവന്റെ പേര് ഉച്ചരിക്കുന്നതിൽ നിന്ന് അല്ലെ? അതായത് മനസ്സിലായില്ലേ? മൻ ആരാണ്? അദ്ലമു ഏറ്റവും വലിയ അക്രമി. അദ്ലമു എന്ന് പറയുന്ന ഏറ്റേക്കാൾ അക്രമി. മൻ ആരാണോ? മന മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫിഹ ഇസ്മുഹു അവന്റെ നാമം അതിൽ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അതായത് അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് തടഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? മനസ്സിലായില്ലേ? മൻ അദ്ലമുമിൻ മൻ മന മസാജ്, മിമ്മൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗങ്ങൾ മനസ്സിലാക്കട്ടെ. അദ്ലമുമിൻ എന്നാണ് കാൾ അക്രമി എന്നുള്ളതിന്റെ. അപ്പോ ആരെക്കാൾ അക്രമി? മൻ മന മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫിഹ ഇസ്മുഹു അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് അവന്റെ നാമം അതിൽ, ആ ഒരു ഭവനങ്ങളിൽ, ഫിഹ അതിൽ വിസ്മരിക്കപ്പെടുന്നതിൽ തടയുന്നവനേക്കാൾ മൻ അദ്ലമ അതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? മനസ്സിലായല്ലോ? അത് മാത്രല്ല, ആൻഡ് എന്ന് പറയുന്ന പ്രയത്നിച്ചു എന്നർത്ഥം, ശ്രമിച്ചു. എന്നുള്ള വാക്ക് ഓർക്കാനുള്ള എളുപ്പ വഴി എന്താണെന്നറിയോ? സഇല്ലേ, ഹജ്ജിലെ സഇ, ഉംറക്ക് പോകുമ്പോൾ ചെയ്യുന്ന സഇ എന്താണ്? സഇ എന്നുള്ള വാക്കിന് അർത്ഥം പ്രയത്നം, പരിശീലനം, ശ്രമം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് സഇ. അപ്പൊ അത് വാക്ക് ഏത് വാക്കുന്ന? എന്നുള്ള വാക്കാണ്. പ്രയത്നിച്ചു, ശ്രമിച്ചു. അപ്പൊ ആൻഡ് പ്രയത്നിച്ചു അതിൽ, അതിലെന്ത്? ഹറാബിഹ അതിന്റെ നാശത്തിന് വേണ്ടി. അതായത് മസാജിദ് അല്ലാഹി അള്ളാഹുവിന്റെ മസ്ജിദുകളുടെ ഹറാബിന് വേണ്ടി. ഈ ഹറാബ് എന്നുള്ളത് ഹിന്ദിയിൽ ഖരാബ് ഹോഗയാന്ന് പറയാറില്ലേ? ഖരാബ് ഹോഗയാന്ന് പറയാം. അതായത് ഖറാബായി പോയി എന്ന് പറയുന്നത് നശിച്ചു പോയി എന്നുള്ള അർത്ഥത്തിലാണ്. നശിച്ചു പോയി, ഹറാബ്. അതന്നെയാണ് അറബിക്കിൽ, ഹിന്ദി ഉറുദു ഒക്കെ അല്ല, അറബിക്ക് ഉറുദു ഒക്കെ ഒരുപാട് സാമ്യമുണ്ട് വാക്ക്, കുർസി എന്നൊക്കെ ഉള്ള പോലെ. അപ്പൊ ഹറാബിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ നാശത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തവനേക്കാൾ അക്രമി. അപ്പൊ ഈ മൻ അദ്ലമിനോട് കണക്റ്റഡ് ആണ് ഇത് ട്ടോ. പള്ളികളിൽ നിന്ന് അവന്റെ നാമം സ്മരിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ നാശത്തിനും വേണ്ടി പ്രവർത്തിച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഉലായിക്ക അക്കൂട്ടർ, മാ കാനലഹും അവർക്കില്ല, അല്ല പറയാണ്. ഉലായിക്ക ആ ഒരു അവർക്ക്, അവര്, ഉലായിക്ക എന്ന് പറഞ്ഞ അക്കൂട്ടർ. മാ ഇല്ല, എന്ത്? കാന അവർക്ക് ഉണ്ടാകുന്നില്ല, ലഹും അവർക്കില്ല, എന്തില്ലാന്ന്? മാ കാനലോ അവർക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുകയില്ല, അവർക്ക് ആവാൻ പാടില്ല. യദ്ഖുലു എന്നുള്ള വാക്ക് ആദ്യത്തെ ആയത്ത് പഠിച്ചു, ദഖല യദ്ഖുലു. അപ്പൊ യദ്ഖുലു അവർ പ്രവേശിക്കാൻ, അതിൽ, അതായത് ഈ ഒരു പള്ളികളിൽ പ്രവേശിക്കാൻ അവർ പാടില്ല എന്നുള്ള അർത്ഥത്തില്. മാ കാൻ അവരിനി അങ്ങനെ ആവാൻ പാടില്ല, ആരും അല്ല. മാ കാനലഹും യദ്ഖുലു അതിൽ പ്രവേശിക്കാൻ പാടില്ല, പ്രവേശിക്കാവതല്ല. ഇല്ലാ ഖായിഫീൻ പേടിക്കുന്നവരായിട്ടല്ലാതെ.
ഹൗഫ് എന്നുള്ള വാക്കിലെ ഭയപ്പെട്ടുകൊണ്ട്, ഹായിഫ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നവൻ, ഹായിഫീൻ ഭയപ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ എന്താവാൻ പാടില്ല, അതിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഇത്തരത്തിലൊക്കെ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് അവര് അങ്ങനെ ഭയപ്പാടോട് കൂടിയല്ലാതെ ആ ഒരു പള്ളികളിൽ പ്രവേശിക്കാവതല്ല. ലഹും അവർക്കുണ്ട്, ദുനിയാവിൽ ഹിസി അപമാനം, നിന്ദ്യത. ഹിസി എന്നാണ് അപമാനം, നിന്ദ്യത. വ ആൻഡ് ലഹും അവർക്കുണ്ട്, ഫിൽ ആഖിറ ആഖിറത്തിൽ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ആഖിറത്തിൽ എന്തുണ്ട്, അദാബ് ശിക്ഷ, അദീം ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ട്. അതൊക്കെ എളുപ്പല്ലേ, അത് ഭയങ്കര എളുപ്പമാണ്. ലഹും ഫിഹാ ദുനിയാ ഖിസിയും വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം എന്നുള്ളതിൽ ഏതാ പുതിയ വാക്കുള്ളത്? അദാബ് ശിക്ഷ, അദീം ഭയങ്കരമായിട്ടുള്ള, ഹിസി നിന്ദ്യത. ബാക്കി ദുനിയാവും ആഖിറത്തൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ, അപ്പൊ അത് വളരെ എളുപ്പമാണ്. ഉലായിക മാ കാന ലഹും യദ്ഖുലൂഹ ഇല്ലാ ഖായിഫ് എന്നുള്ളതിൽ ദഖല എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അതുപോലെ ഹായിഫ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നവൻ എന്നുള്ള അർത്ഥം. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഉലായിക മാ കാന ലഹും അവർക്ക് ആകാവതല്ല, യദ്ഖുലൂഹ അതിൽ പ്രവേശിക്കുന്ന ഇല്ലാ ഖായിഫീൻ ഭയപ്പാട് കൊണ്ടല്ലാതെ. അപ്പൊ ഈ ആയത്തൊന്ന് പറഞ്ഞു നോക്കൂ തുടക്കം മുതല്. വളരെ എളുപ്പമായി, ഇപ്പൊ വളരെ എളുപ്പമായി. വമൻ ആൻഡ് മൻ അല്ലമുമിൻ ആരാണ്, മൻ അല്ലം അക്രമി ആരുണ്ട്, കടുത്ത അക്രമി. അല്ലം എന്ന ഏറ്റവും വലിയ അക്രമി ആരുണ്ട്. മിൻ എന്ന് പറയുന്ന ഫ്രം, മൻ മന മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു. ഏത് ആൾക്കാരെക്കാളും അക്രമി? അള്ളാഹുവിന്റെ മസാജിദുകളിൽ, മസാജിദ് അല്ലാഹി അള്ളാഹുവിന്റെ പള്ളികളിൽ, ഓർമ്മിക്കാൻ, ഫീഹ അതിൽ, ഇസ്മുഹു അവന്റെ നാമം ഓർമ്മിക്കുന്നതിൽ നിന്ന്, തടഞ്ഞവൻ. വാ ആൻഡ് പരിശ്രമിക്കുകയും ചെയ്തു, ഫി എന്തില് പരിശ്രമിച്ചു, ഹറാബിഹ ആ ഒരു പള്ളിയുടെ, ഹാ എന്ന് പറഞ്ഞ ആ പള്ളികളുടെ എന്തില്, ഹറാബില് നശിപ്പിക്കലും അവൻ പ്രയത്നിച്ച അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഉലായിക കൂട്ടർ, മാ കാനലഹും അവർക്കാകാവതല്ല, അതിൽ പ്രവേശിക്കുന്ന, ഇല്ലാ ഖായിഫീൻ ഭയപ്പാടോട് കൂടിയല്ലാതെ. ലഹും ഫിദ്ദുനിയാ ഖിസി അവര് ദുനിയാവിൽ അവർക്ക് അപമാനമുണ്ട്. വലഹും ഫിൽ ആഖിറത്തി ആഖിറത്തിലും അദാബുൻ അദീം ഭയങ്കരമായ ശിക്ഷയുമുണ്ട്. അതായത് ഇത് ഈ ആയത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ആരാധനാലയങ്ങൾ അക്രമികളുടെ പിടിയിലും അധികാരത്തിലുമായിരിക്കും അവയുടെ മുത്തവല്ലിമാരാവുകയും ചെയ്യുന്നത് ന്യായമല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു അവര് ഭയത്തോടെ മാത്രം പ്രവേശിക്കട്ടെ എന്ന് പറയാൻ കാരണം, ഇവരോട് പറഞ്ഞില്ലേ പള്ളികളില് അവര് അങ്ങനത്തെ ഉള്ള ആളുകൾ ഒരിക്കലും തന്നെ പള്ളികള് ഇതിന്റെ കൂടുതൽ വിശദീകരണം പറയാം. ഈ ആയത്തിൽ പറയുന്നത് 114 ആയത്തല്ലേ, ഇവര് അള്ള പറയാണ്, നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ മാത്രമാണ് സന്മാർഗവും സ്വർഗാവകാശികളും എന്ന് അവർ ഓരോരുത്തരും ഉന്നയിക്കുന്ന ഒരു വാദമുണ്ടല്ലോ, അത് പൊള്ളത്തരം തുടർന്ന് കാണിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ള പറയുന്നത്. അതായത് ഇവര് ചെയ്യുന്ന പ്രവർത്തികളാണ് അള്ള അവിടെ എടുത്തു കാണിക്കുന്നത്. എന്നിട്ടാണ് അവര് പറയുന്നത് അവരായിരിക്കും സ്വർഗവാസികൾ എന്ന്. അപ്പൊ അവർ പറയുന്ന ഒരു അവർ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അള്ളാഹുവിന്റെ ആരാധനാലയങ്ങളെ തകർക്കുകയും അതിലേക്ക് അള്ളാഹുവിന്റെ നാമം സ്മരിക്കാൻ പോകുന്നവരെ തടയുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് കൂട്ടരും, നേരത്തെ പറഞ്ഞ മൂന്ന് കൂട്ടരുണ്ടല്ലോ, നസ്രാണികളും യഹൂദരും അല്ലദീന എന്ന് പറയുന്ന ആരാണ്? മുശ്രിക്കീങ്ങള്. അവര് മൂന്ന് കൂട്ടരും തന്നെ ആരാധനാലയങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പരസ്പര വിദ്വേഷം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. ഓരോ ക്രിസ്ത്യാനികളാണ് ജൂതന്മാർ ആരാധനാലയം തകർക്കും, വിഗ്രഹാരാധകരാണെങ്കിൽ ക്രിസ്ത്യാനികൾ തകർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യം കാരണം ഓരോരുത്തരും മറ്റുള്ളവരുടെ ദൈവത്തെ സ്മരിക്കുന്ന ഭവനങ്ങളെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഈ മൂന്ന് കൂട്ടരും. ഇപ്പൊ ദൈവത്തിന്റെ ഉറ്റവരും ഉടയവരും എന്ന് അവകാശപ്പെടുന്ന ദൈവിക മന്ദിരങ്ങളെ ആദരിക്കുന്നവരും പരിപാലിക്കുന്നവരുമായിരിക്കണം. അത് ഏത് കൂട്ടരുതായിക്കോട്ടെ, ഇപ്പൊ എന്റേത് എന്നല്ല, ഏതൊരു കൂട്ടരായിക്കോട്ടെ, അള്ളാഹുവിനെ ദൈവസ്മരണ നടക്കുന്ന ഒരു ഭവനം ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അവരതിനെപ്പറ്റി പരിപാലിക്കുന്നവരായിരിക്കണം എന്നാണ് അള്ളാഹ് പറയുന്നത്. ആരാധനാലയങ്ങളെ അനാദരിക്കുകയും അവയുടെ പവിത്രതയെ പിച്ചു ചീന്തുകയും അവയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ആരാധകരെയും ഭക്തജനങ്ങളെയും അതിലും തടയുകയും ചെയ്യുന്നവർ ഏറ്റവും കടുത്ത അക്രമികളും അധർമ്മികളുമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതായത് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സയിലെ ആരാധന പോലും ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിലക്കിയിരുന്നു. മനസ്സിലായില്ലേ? ജൂതന്മാര് ക്രിസ്ത്യാനികളെ അതിലേക്ക് പോകാൻ സമ്മതിക്കില്ല, ക്രിസ്ത്യാനികൾ ജൂതന്മാരും സമ്മതിക്കാത്ത രീതിയിൽ അവര് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തടഞ്ഞിരുന്നു. അപ്പൊ അവർക്കിടയിൽ ഭയങ്കരമായിട്ട് ചോര ചിന്തിയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ പിന്നെ
ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രം പറയുന്ന വീഡിയോ ഉണ്ടായിരുന്നു അല്ലെ? അതിന്റെ ചരിത്രം കേട്ടാൽ ചോരക്കളം അവിടെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ തവണ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു ദേശങ്ങളിലും ഓരോ വിഭാഗം അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ നമുക്കറിയാം കഅബയെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് കഅബയും ഇങ്ങനെ ഒരു ആരാധനാലയമാണല്ലോ കഅബ. അന്ന് അബ്രഹത്തിന്റെ, അതായത് അബ്രഹത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന അബ്രഹത്തിന്റെ ആ ഒരു ഗവർണറായ അബ്രഹത്ത് ക്രിസ്ത്യാനി ആയിരുന്ന അദ്ദേഹം കഅബയെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് അല്ലെ? അബ്രഹത്തിന്റെ ആ ഒരു കഥ അബിസീനിയയിൽ നിന്ന്. അപ്പൊ ഈ ഒരു അതും അവരെ അള്ളാഹു തന്നെ തോൽപ്പിച്ചോടിച്ച കഥ സൂറത്തുൽ ഫീലിൽ നമുക്കറിയാം. ഈ മുശ്രിക്കുകളായ ഈ മുശ്രിക്കുകൾ ഉണ്ടല്ലോ, ബഹുദൈവ വിശ്വാസികൾ, അവര് ഇസ്ലാമിന്റെ ആരംഭകാലത്ത് തന്നെ മുസ്ലിങ്ങളെ കഅബയിൽ അള്ളാഹുവിനെ അതായത് പ്രവാചകനെയൊക്കെ അതിൽ നിന്ന് നമുക്കറിയാലോ, കഅബയിൽ നിന്ന് അകറ്റിയിട്ടുണ്ടായിരുന്നു, തടഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹുവിനെ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഏതൊരു ഗേഹവും ശരിക്കും അള്ളാഹുവിന്റെ ഗേഹമാണ്. ഇപ്പൊ കഅബ അന്ന് വിഗ്രഹങ്ങളുടെ ഒരു കൂടായിരുന്നു. പക്ഷെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ഭവനമാണ് കഅബ. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദിസും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം, അള്ളാഹുവിന്റെ മസാജിദാണ്. അതിൽ നിന്ന് ആരെയും തടയാൻ ആർക്കും അവകാശമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അത് ഉടമപ്പെടുത്തുവാനോ കുത്തകയാക്കി വെക്കാനോ യഥാർത്ഥ ദൈവഭക്തന്മാർക്ക് അത് വിലക്കുവാനോ യാതൊരാൾക്കും അവകാശമില്ല. അള്ളാഹുവിന്റെ ഗേഹങ്ങൾ അവന്റെ ദാസന്മാർക്ക് വിലക്കുകയോ തകർക്കാൻ തുനിയുകയോ ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ മഹത്വത്തെയും പവിത്രതയുമാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരെക്കാൾ കടുത്തതിക്കാരി ആരാണുള്ളത് എന്നാണ് പറയുന്നത്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് യഹൂദരും ക്രിസ്ത്യാനികളും ബൗദ്ധ വിശ്വാസികളൊക്കെ പരസ്പരം ചെയ്തുകൊണ്ടിരുന്ന അക്രമവും ധിക്കാരവുമാണിത്. അപ്പൊ ഇത്തരത്തിലുള്ളവർക്ക് ഈ ലോകത്ത് തന്നെ ഹിസി ഉണ്ടാവും എന്നാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അങ്ങനെയാണ് ഹിസി. നമ്മുടെ സമയം അവസാനിച്ച് നിർത്താണ്. ഹിസി ഉണ്ടാകും ഈ ലോകത്ത് നിന്ന് തന്നെ. പരലോകത്താണെങ്കിൽ അവർക്ക് ഭയങ്കരമായ ശിക്ഷ ഉണ്ടാകും. ഈവൻ ഇസ്ലാമിക നിയമപ്രകാരം പോലും ഇസ്ലാമിലെ യുദ്ധം ഉണ്ടാകുമ്പോൾ ജൂതരും ക്രിസ്ത്യാനികളുമായി മുസ്ലിങ്ങൾ യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും എന്താക്കാൻ പാടില്ല, ആരാധനാലയങ്ങളും മഠങ്ങളും നശിപ്പിക്കാനുള്ള അവകാശം ഇസ്ലാം തരുന്നില്ല. അതിനെ അനാദരിക്കുകയോ അതിനോടുള്ള റെസ്പെക്ട് കളയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇസ്ലാമിക ശരീഅത്തിൽ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും മുസ്ലിം രാജാക്കന്മാർ അങ്ങനെ ചെയ്തതായി നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്ത്, അവർ ശരീഅത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് മാത്രം. ചില രാജാക്കന്മാർക്ക് പലരും പറയാറുണ്ട്, നിങ്ങളുടെ മുസ്ലിം രാജാവന്നല്ലേ ഇങ്ങനെ ഒരു ഇത് തകർത്തത് എന്ന് പറയുമ്പോൾ ആ മുസ്ലിം രാജാക്കന്മാർ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പല മുസ്ലിം രാജാക്കന്മാരും അവര് വെറും ഒരു ധനം സംഭരിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ പിന്നെ പിന്നെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല പല യുദ്ധങ്ങളും രാജാക്കന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറിച്ചത് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് സ്വന്തം അധീനത്തിലാക്കി ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ചെയ്യുന്ന ഒരു രാജാവും ഇത്തരത്തിലുള്ള ഇസ്ലാമിക ശരീഅത്ത് പാലിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായല്ലോ? അപ്പൊ ഇസ്ലാമിന്റെ ശരീഅത്ത് പാലിച്ചുകൊണ്ട് ചെയ്യുന്ന യുദ്ധങ്ങളാണ് ഇസ്ലാമിന്റെ പ്രചരണത്തിനുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇസ്ലാമിന്റെ നിയമങ്ങൾ ശരിക്കും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. അത്തരത്തിലുള്ള യുദ്ധങ്ങളാണ് ഇസ്ലാമികമായിട്ടുള്ള യുദ്ധം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആരെങ്കിലും രാജാക്കന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉദാഹരണം നമ്മളോട് പറയുന്ന പക്ഷം അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ്, അവരുടെ യുദ്ധത്തിന് നിയത്തും ഉദ്ദേശവും അക്രമത്തിലൂടെ അന്യായത്തിലൂടെ പിടിച്ചെടുത്ത സ്ഥലങ്ങള് സ്വന്തം അധീനത്തിലാക്കിക്കൊണ്ട് ചെയ്യുന്നൊരിത് മാത്രാന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇസ്ലാമിൽ അവകാശമില്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ? അക്രമത്തിലൂടെയും അന്യായത്തിലൂടെയും പിടിച്ചെടുത്ത സ്ഥലങ്ങളില്, മനസ്സിലായില്ലേ, ഒരു സ്ഥലം, ഇപ്പൊ ഒരു അമ്പലം തകർത്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങളെ പേടിപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുത്ത ഒരു സ്ഥലത്ത് ഒരിക്കലും തന്നെ ഈ മസ്ജിദ്, അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ഒരു ഇതല്ല ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നതന്നില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ നിന്ന് മുക്തവും ശുദ്ധവുമായ സ്ഥലത്ത് മാത്രമേ മസ്ജിദ് നിർമ്മിക്കാൻ അനുയോജ്യമാവൂ. അത് മറ്റു മതസ്ഥരുടെ വല്ല ആരാധനകളും പിൽക്കാലത്ത് മസ്ജിദായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ ഇപ്പൊ നമ്മളോട് ആരെങ്കിലും പറയാണ്, പണ്ട് കാലത്ത് പിന്നെ ഇവിടെ ഒരു അമ്പലമായിരുന്നു, അവിടെ ഇപ്പൊ മുസ്ലിം പള്ളിയായി, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതൊരിക്കലും തന്നെ ആക്രമിക്കപ്പെട്ട് പിടിച്ചെടുത്തല്ല ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു പക്ഷേ അന്ന് അവിടെ ആരാധിച്ചിരുന്ന, അമ്പലങ്ങളിൽ പോയിരുന്ന പല ആളുകളും കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നിട്ട് അവരെല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആയിരിക്കാം അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ അമ്പലം പൊളിച്ചുകൊണ്ട് അവിടെ മുസ്ലിം പള്ളിയായി മാറിയത് എന്നാവാം. അല്ലാതെ പിടിച്ചെടുത്തുകൊണ്ട് പള്ളി ഉണ്ടാക്കാനുള്ള ഒരു അനുവാദം ഇസ്ലാമിലില്ല. അപ്പൊ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തന്നെ വലിയ പോരാണ്. ഈ ഒരു ആയത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് മറ്റൊരു പാഠം ഇതാണ്. മുസ്ലിം സമുദായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷി മത്സര്യങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തന്നെ മസ്ജിദുകൾ തമ്മിൽ വിലക്കാൻ ആർക്കും അനുവാദമില്ല.
മനസ്സിലായില്ലേ? ഇന്ന പള്ളിയിൽ ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, മറ്റൊരു മുസ്ലിം വരുമ്പോൾ നീ മറ്റൊരു സംഘടനയിൽ പെട്ടതാണ്, നീ ഒരിക്കലും ഈ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല, അതിൽ നിന്ന് തടയുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഒരു മുസ്ലിം നാമധാരിയുടെ മുസ്ലിമിന്റെ അടുത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠമാണ്. അങ്ങനെ മുസ്ലിങ്ങളുടെ വിലക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്ത മുസ്ലിങ്ങളെയും ഈ സൂക്തത്തിൽ താക്കീത്, അതൊരു താക്കീത് തന്നെ. നിസ്സാരമായ തർക്കങ്ങൾ മൂർച്ഛിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗേഹം ദീർഘകാലം അടച്ചിടുന്ന സംഭവങ്ങളും ഈ ഒരു ആയത്തിൽ നിന്ന് പാടില്ല എന്ന് ഈ സംഭവം. ചില പള്ളികൾ നമ്മൾ അടച്ചിട്ടതായിട്ട് കാണാറുണ്ട് അല്ലെ? അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് അതിന് മുദ്ര വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ ആ ഒരു പള്ളി അങ്ങനെ ആയത്. അപ്പൊ അത് പള്ളികൾ വിലക്കുക എന്നതിന്റെ പരിധിയിൽ അതും പെടുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ അതുപോലെ തന്നെ ഈ ആയത്തിൽ പറയുന്ന ഒരു കാര്യം മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ എന്ന് പറയുന്നത് ഭയപ്പാടോടുകൂടെ അല്ലാതെ അതിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ഭവനങ്ങളില് പ്രവേശിക്കുന്ന ഏതൊരാളും അത് ആദരിക്കാത്തവരും അവയിൽ നിന്ന് ഭക്തന്മാരെ തടയുന്നവരുമായ ആളുകൾക്ക് അവയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സ്മരിക്കാനും ആ ഗേഹത്തോട് ബഹുമാനത്തോടു കൂടിയാണ് വരേണ്ടത്. അല്ലാതെ അത് തകർക്കാനോ അത് ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി അതിനോട് വൈര്യമുള്ള ഒരാൾ ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പാടില്ല. മസ്ജിദിന്റെ പരിപാലികൾ അവരെ തടയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. ഇപ്പൊ ഒരാൾ പള്ളിയിലേക്ക് വരികയാണ്, അയാൾ അത് തകർക്കാനുള്ള ഉദ്ദേശത്തിലാണ് വരുന്നതെങ്കിൽ അയാൾ അതിലേക്ക് കയറ്റാൻ അനുവാദമില്ല. നമ്മൾ വിചാരിക്കും മിമ്മം മനാ മസാജിദ് അല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗേഹത്തിൽ നിന്ന് തടയുന്ന ഏതൊരാളെ തെറ്റാണ്, അക്രമി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരാൾ പള്ളിയിലേക്ക് ഇങ്ങനെ വരികയാണ് തോക്കും ഇതൊക്കെ എടുത്തിട്ട്, അപ്പൊ അയാളെ തടയാൻ പാടില്ലല്ലോ എന്ന് ഈ ആയത്തിന് നമ്മൾ ഒരിക്കലും അർത്ഥം കൊടുക്കരുത്. മറിച്ച് ആ ആയത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നവർ എങ്ങനെയുള്ള നിയത്തായിരിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇതാക്കിക്കൊണ്ട് വരുന്നവരെ മാത്രമേ അതിലേക്ക് കടത്തിവിടാൻ പറ്റൂ. മറ്റുള്ളവരെ മസ്ജിദിൽ നിന്ന് തടയണം. ആ പരിപാലകർ പള്ളിയിൽ തകർക്കാൻ വരുന്ന പരിപാലകരെ തടയണം. ദുരുദ്ദേശത്തോടു കൂടി പള്ളിയിൽ തടക്കുന്നവർക്ക് തങ്ങൾ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുന്ന ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ഭക്തന്മാർ ചെയ്യണം. തകർക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വാക്യത്തിലെ പദങ്ങൾ 2 വാക്യങ്ങൾ അതായത് ഇത്തരത്തിൽ നമ്മൾ 2-3 കാര്യം ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ഈ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരിക്കലും പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വിലക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി വരാതെ പള്ളി തകർക്കാൻ വരുന്നവരെ നമുക്ക് തടയാൻ അനുവാദമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ഈ ഫിഖ്ഹി പണ്ഡിതന്മാരൊക്കെ കർമ്മപരത്തിൽ വരുമ്പോൾ ഈ ആയത്തുകളിൽ നിന്ന് പലതും അവര് ചിന്തിച്ചെടുത്തിട്ടാണ് ഫിഖ്ഹിപരമായ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞെടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പല ആയത്തുകളിൽ നിന്നും അവർക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിർത്താം, നമ്മളെ സമയം കഴിഞ്ഞു. ഇതിപ്പോ ഒരു നെറ്റിന്റെ ഒരു വിഷയം, അതായത് ഒരു സൂമിന്റെ വിഷയം ഉള്ളത് കൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. 10 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്, 10-15 മിനിറ്റ് ഇതിനകത്ത്. നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.